പ്രൈസ് ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്ന് ഇരിക്കുന്നത്. നാമൊക്കെ അറിയുന്നത് പോലെ പൗലോസ് എന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ്റെ വൈഫ്, വിലയേറിയ ദാസി, കർത്താവ് ഇന്നും ഈ പ്രായമായ അവസരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്തൃദാസിയാണ്. കർത്താവ് തന്നെ നടത്തിയ വിധങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. പ്രിയ കർത്താവിൻ്റെ ദാസിയെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. കർത്താവിൻ്റെ ദാസി ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി വിനയത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ആൻറ്റി, എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്ന. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ആൻറ്റിയുടെ ഈ പ്രായത്തിലും കർത്താവിന് വേണ്ടി ഓടി നടന്ന് വേല ചെയ്യുവാനുള്ള എല്ലാ കൃപയും കർത്താവ് നൽകി തരുന്നുണ്ടല്ലോ. കർത്താവിനെയും ധാരാളമായി ആൻറ്റിയെ ഉപയോഗിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരി അധികം സന്തോഷമുണ്ട്, സ്നേഹമുണ്ട് അറിയിക്കുന്നു. ഓക്കെ, ആൻറ്റിയുടെ ജീവിതം ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിങ്ങളുടെ വിലയേറിയ ദാസിയ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ അനുഭവം കേൾവിക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിടുതലായി മാറുവാന്, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനത് കാരണമായി തീരുവാന്, അനേകര് കർത്താവിലേക്ക് അടുത്തു വരുവാൻ മുഖാന്തരമായി തീരുവാന് കർത്താവ് സഹായിക്കണമേ. ദാസിയെ ബലപ്പെടുത്തണമേ. നെറ്റ്വർക്ക് സിസ്റ്റത്തെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, അത് നല്ല ക്ലിയർ ആയി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട് ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. ആൻറ്റി സന്തോഷമായിരിക്കുന്നല്ലോ, ഇല്ലയോ? അതെ അതെ അതെ. വീട്ടിലെ കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും എല്ലാരും എങ്ങനെ ഇരിക്കുന്നു? എല്ലാരും കൃപയാൽ നല്ലായിരിക്കുന്നു. ഓക്കെ, കർത്താവ് ആൻറ്റി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്, സ്നേഹമുണ്ട് അറിയിക്കുന്നു. ഞാൻ ഇനിയുള്ള അവസരം ആൻറ്റിക്ക് നൽകി തരികയാണ്. ആൻറ്റി അത് ഉപയോഗിച്ചാട്ട് ഓക്കെ ജീവിതാനുഭവം ഷെയർ ചെയ്താട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദി. ആദ്യമായിട്ടാണ് ജോയ് ടി വിയിൽ ഞാൻ സംസാരിക്കുന്നത്. ഇതിന് ഈ ജോയ് ടി വി എനിക്ക് അവസരം തന്നതിന് വളരെ സന്തോഷിക്കുന്നു. ഞാൻ കർത്താവ് ഈ ടി വി മുഖാന്തരമായി ഇന്ന് ദേശത്തിൽ പലവിധமான പ്രിയ ദൈവദാസന്മാരും ദൈവദാസികളും പ്രസംഗിക്കുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. അത് അനേകർക്ക് പ്രയോജനകരമായി തീരുന്നതുകൊണ്ടും കർത്താവിൻ്റെ വേല അതിശക്തിയോടുകൂടെ പ്രസരിക്കുന്നത് കണ്ട് വളരെ സന്തോഷിക്കുകയാണ്. അതോട് ചേർന്ന് എനിക്ക് ഒരു സമയം ഇങ്ങനെ ഒതുക്കി തന്ന നിങ്ങൾക്ക് വളരെ നന്ദി പറയുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയാല് ദൈവത്തെ യേശുവിനെ കുറിച്ച് പറയുവാൻ തക്കൊണ്ട് എൻ്റെ ഹൃദയം വളരെ സന്തോഷത്തെ എനിക്ക് തരുന്ന ചില സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും അത് യേശുവിൻ്റെ സ്നേഹം തന്നെ എൻ്റെ ജീവിതത്തെ നിറച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഉള്ള കാരണങ്ങൾ ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് ഞാൻ പറയുന്നതായിരിക്കും. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവളാണ്. എന്നാൽ ഞങ്ങൾ 11 പേരോട് ജനിച്ചു. എന്നാൽ ഞാൻ ഏറ്റവും ഇളയതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിക്കുവാൻ കൊണ്ടിടയായി. എൻ്റെ മാതാപിതാക്കളെ വളരെയധികം സ്നേഹിച്ചു, അവരെന്നെയും സ്നേഹിച്ചു. ഞാൻ കാണപ്പെട്ട ദൈവം മാതാവും പിതാവുമാണെന്നുള്ളതാണ് ഞങ്ങളെ വളർത്തിയ കാലത്തിലെല്ലാം അവർ പറഞ്ഞു തന്നത്. അങ്ങനെ വളർന്നു പല ദൈവങ്ങളെയും ഞങ്ങൾ ഇങ്ങനെ സേവിക്കുകയും ഞാനൊരു ചെറുപ്രായത്തിൽ ഒരു ഭക്തിക്കുரிய ആളായിട്ട് ഇങ്ങനെ എൻ്റെ പിതാവിന് കൂടെ സഹായിക്കുന്ന ഒരുവളായിട്ട് ഞാൻ ഇരുന്നു. ഒരു ചെറിയ കുട്ടി പൂജാരി എന്ന് പറയാം, അങ്ങനെയുള്ളതായ ഒരു അവസ്ഥയിൽ ഞാൻ ജീവിച്ചു. എൻ്റെ 13ഉം 14ഉം വയസ്സിൽ, എൻ്റെ 13ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് മരിച്ചുപോയി. അത് എൻ്റെ ജീവിതത്തിൽ വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു വിഷയമായി മാറി. ശരി, മാതാവുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ അത് ആശ്വാസമായിരുന്നെങ്കിലും അടുത്ത വർഷം അതേ സമയത്ത് എൻ്റെ മാതാവും മരിക്കുവാൻ തക്കൊണ്ടിടയായി. രണ്ടുപേരുടെ മരണം എൻ്റെ ജീവിതത്തെ മറിച്ചു കളഞ്ഞു.
എൻ്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഇനി ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കണമെന്നുള്ള ഒരു താല്പര്യം എൻ്റെ ജീവിതത്തിലേ ഇല്ല. എൻ്റെ സഹോദരി സഹോദരന്മാരെല്ലാം എന്നെ വളരെ സ്നേഹിച്ചാലും കൂടെ ആ സ്നേഹവും എൻ്റെ മാതാപിതാക്കളിൽ നിന്നുള്ള സ്നേഹവുമായിട്ടുള്ള വളരെ വ്യത്യാസമായിരുന്നതുകൊണ്ട് എന്നാൽ അത് സഹിക്കാൻ സാധിക്കാതെ ഇനി ഞാൻ എങ്ങനെയെങ്കിലും എന്നെ ആത്മഹത്യ ചെയ്ത് മരിക്കണം എന്നുള്ളതായ ചിന്ത എൻ്റെ 14 വയസ്സ് മുതൽ എനിക്ക് ആരംഭിച്ചത്. അങ്ങനെ ഓരോ വർഷവും കഴിയെ എൻ്റെ വേദനയും ദുഃഖവും കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ യേശുവിനെ കുറിച്ച് ഞാൻ പലയിടത്തും കേൾക്കുന്നുണ്ട്, പരസ്യയോഗങ്ങളിലെല്ലാം ആളുകൾ പ്രസംഗിക്കുന്ന കേൾക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഞങ്ങൾക്ക് എത്ര ദൈവങ്ങളുണ്ട്, ഇവർ ഒരു യേശുവിനെ മാത്രമല്ലേ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞ് ഇത് ക്രിസ്തവറുകൾക്കുള്ളതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറിപ്പോവുക പതിവായിരുന്നു. എന്നാൽ യേശുവിനെ എനിക്ക് ചെറുപ്പത്തിലെ എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്. കാരണം യേശു ആർക്കും ഒരു കഷ്ടവും ചെയ്തു കൊടുത്തിട്ടില്ല, എല്ലാവർക്കും നന്മ ചെയ്ത യേശുവാണ്. ആ യേശു നല്ല യേശുവാണ് എന്ന് എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിലും ഞാൻ ആ യേശുവിനെ സ്വീകരിപ്പാൻ എനിക്ക് അറിയത്തുമില്ല, ഞാൻ ആ യേശുവിനെ സ്വീകരിച്ചതുമില്ല. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വീട്ടിന് അടുത്തുള്ളതായ ഒരു സഹോദരി 3.5 വയസ്സിൽ അവൾ ഓടി നടന്നുകൊണ്ടിരുന്ന അവൾ പെട്ടെന്ന് ഒരു പനി നിമിത്തമായി അവളുടെ 2 കാലും അവൾക്ക് സ്വാധീനമില്ലാതെ മാറി. അവൾ ഇങ്ങനെ ഒരു ചപ്പാണിയെ പോട്ടെടുത്ത് കൊണ്ടുപോയി മരുന്നുകൾ കഴിച്ചു, മന്ത്രവാദം ചെയ്തു. എന്നാൽ ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരു പ്രാർത്ഥനാലയമുണ്ട്, അവിടെ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവൾ വടിയിടിച്ച് നടക്കുവാൻ തുടങ്ങി. ഇത് വളരെ ആശ്ചര്യകരമായ ഒരു മിറക്കിളാണെങ്കിലും അവൾ എന്നോട് പറഞ്ഞു, സരോജിനി ഇത് എനിക്ക് 2 പേരുണ്ട്, സരോജമെന്ന് സരോജിനി എന്നുണ്ട്. അപ്പോൾ നീ എങ്ങനെയെങ്കിലും ഞങ്ങളെ ചർച്ചിൽ വരണം, നോക്കിക്ക എനിക്കിങ്ങനെ സോം കിട്ടി ഇവിടെയാണ് എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, അങ്ങനെ ഞാൻ വരില്ല, ഞാനും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു മാമൻ സൂര്യനെ നമസ്കരിക്കാത്തക്കൊണ്ട് അവർ സന്യാസി എൻ്റെ വീട്ടിൽ വരുമ്പോഴെല്ലാം സൂര്യ നമസ്കാരത്തിന് എന്നെയും കൊണ്ടുപോകും. ഞാനും സൂര്യ നമസ്കാരം എല്ലാം ചെയ്യുന്നതും അതുപോലെ ഒരു വർഷത്തിൽ ഒരിക്കൽ ദൈവങ്ങൾക്ക് അധികമായി കൊടുക്കുമ്പോഴെല്ലാം ഞാനും കൂടെ നിന്ന് അതിന് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ് പല പ്രാവശ്യം ഒഴിഞ്ഞു മാറി. എന്നാൽ 1968 ഒക്ടോബർ മാസം ഒരു ശനിയാഴ്ച ഒരു രാത്രി മീറ്റിങ്ങിന് അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥനാലയം. എന്നാൽ അവിടെ പോകാൻ കൊണ്ട് എന്നെ നിർബന്ധിച്ചു. അപ്പൊ ഞാൻ എത്രയോ നാൾ കൊണ്ട് വിളിക്കുന്നു, എന്നിട്ട് ഞാൻ പോകുന്നില്ലല്ലോ, ഇന്ന് ഒരു ദിവസമെങ്കിലും പോകാമെന്ന് എൻ്റെ മനസ്സിൽ ഒന്ന് തീരുമാനിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്നാലും ഞാൻ പുറത്തേ നിൽക്കത്തുള്ളൂ, അകത്ത് കയറത്തില്ല, അത് കുഴപ്പമില്ല, നീ വന്നാ മതിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ പുറത്ത് നിൽക്കാൻ തോന്നിയില്ല, അകത്ത് ഏറ്റവും ലാസ്റ്റില് അവിടെ പോയി ഇരുന്നു. ഞാൻ ഇരുന്ന് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ അവിടെ പാട്ട് പ്രാർത്ഥന, അവിടെ നിന്ന് പ്രസംഗിയാര് അവര് പ്രസംഗപീഠത്തിൽ കടന്നു വന്നു. അദ്ദേഹം ഇങ്ങനെ പറയുകയായിരുന്നു, മനുഷ്യന് 2 വഴി വെച്ചിട്ടുണ്ട്. ഒന്ന് വിശാലമായിട്ടുള്ള വഴി, അതിൽ അനേക ജനങ്ങൾ അതിൽ പോകും, എന്നാൽ അതിൻ്റെ അവസാനം അത് നരകമാണ്. എന്നാൽ ഇടുക്കും ഞെരുക്കുമായിട്ടുള്ള ഒരു പാതയുണ്ട്, ആ വഴി പോകുന്നവർ കുറച്ചു പേരെങ്കിലും അതിൻ്റെ അവസാനം അത് മോക്ഷമാണ്. നിനക്ക് മോക്ഷം വേണമോ നരകം വേണമോ? ഇങ്ങനെ കൈവിരൽ ചൂണ്ടി പറയുമ്പോൾ അത് എന്നോട് പറയുന്നത് പോലെ ഉള്ളതായ ഒരനുഭവം എനിക്ക് തോന്നി. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ പറയുകയാണ്, എനിക്ക് മോക്ഷം മതി, എന്നാൽ എനിക്ക് നരകം വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനെ സ്വീകരിക്കാൻ എനിക്ക് അറിയത്തില്ല. അടുത്ത അദ്ദേഹം പറയാണ്, ജന്മപാപം കർമ്മപാപം നീ ചെയ്യുന്ന എല്ലാവിധമായ പാവങ്ങൾക്കും പരിഹാരം വെള്ളത്തിനാൽ കഴുകുന്നത് കൊണ്ടോ ഒരു മൃഗത്തിന്റെ രക്തം കൊണ്ട് കഴുകുന്നത് കൊണ്ടോ നിന്റെ പാവം മാറത്തില്ല. എന്നാൽ യേശു എല്ലാവർക്കും വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് രക്തത്തെ ചിന്തി, ആ രക്തം മാത്രമേ പാപത്തിന് പരിഹാരമായി മാറുകയുള്ളൂ എന്നുള്ളതായ ഒരു കാര്യം അദ്ദേഹം പറയുകയാണ്. ഈ സമയത്ത് ഞാൻ ചിന്തിച്ചു, എങ്ങനെയാണ് ഈ രക്തം കൊണ്ട് ഞാൻ കഴുകുന്നത്, എനിക്കറിയത്തില്ലല്ലോ എന്ന്. ശരി, അത് കുഴപ്പമില്ല, ഒരു 60 വയസ്സ് ചെല്ലട്ടെ, ഇപ്പം 14 വയസ്സ് 17 വയസ്സ് തന്നെയല്ല ആയി എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിൽ സമാധാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ആരോ ഒരു കത്തിയെടുത്ത് കുത്തുന്നത് പോലെ എൻ്റെ ഹാർട്ട് മുഴുവനും ബ്രോക്കണായി മാറി. ഉടഞ്ഞ ഹൃദയത്തോടു കൂടെ ഞാൻ കരയുവാൻ തുടങ്ങി. യേശുവേ,
ഞാൻ പാവി, എൻ്റെ പാപത്തെ നീ ക്ഷമിക്കണമേ എന്നിങ്ങനെ കണ്ണുകൾ അടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുൻഭാഗത്തിൽ നിന്ന് ഒരു വലിയ കറുത്ത പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ മാറി 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 പോകുന്നതായിട്ടും ആ സ്ഥലത്ത് ഒരു വലിയ വെളിച്ചം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ആ വെളിച്ചം എൻ്റെ ഹൃദയത്തിൽ വന്ന ഉടനെ എന്നിൽ ഇരുന്നതായ എല്ലാ പാപങ്ങളും മാറിയിട്ട് ഞാൻ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെന്നെ കാണരുതെന്ന് പറഞ്ഞ് എൻ്റെ കണ്ണുകളെ അടച്ച് ഞാൻ ഇരിക്കുമ്പോൾ ഈ പ്രകാശം എനിക്ക് വന്നതുടനെ എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം. ഈ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. എൻ്റെ മാതാപിതാക്കൾ തന്നതിനേക്കാൾ അധികമായ ഒരു സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അന്ന് 1968 ഒക്ടോബർ മാസം 11 ഒരു ശനിയാഴ്ച 9 മണിക്കും 10 മണിക്കും ഇടയിലാണ് ഈ കാര്യം നടക്കുന്നത്. എൻ്റെ ജീവിതം കംപ്ലീറ്റ് മാറി. ഞാനിങ്ങനെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ സന്തോഷമുള്ളവളായിട്ടാണ് ഞാൻ വീട്ടിൽ കടന്നു ചെന്നത്. എൻ്റെ ജീവിതം മാറി. അതുവരെ ഞാൻ ഒരു കാര്യത്തിന് 10 കള്ളം പറയുമായിരുന്നു. അങ്ങനെ പറയുന്ന എനിക്കിപ്പോ ഒരു കള്ളം കൂടെ പറയാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. എൻ്റെ കുസൃതികളെല്ലാം മാറി. എൻ്റെ എല്ലാവിധമാണ്. എൻ്റെ ജ്യേഷ്ഠത്തിമാരെ രണ്ടുപേരെയും ഇപ്പോഴും അവർ രണ്ടുപേരും ഉണ്ട്. അവരെന്നെ സഹായിച്ചവരാണ്. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ അവരെന്നെ സഹായിച്ച അവർ രണ്ടുപേരും മാത്രമേ ഈ ലോകത്തിലുള്ളൂ. ഞങ്ങൾ 3 പേര് മാത്രമേ 11 പേരിലുള്ളൂ. എന്നാൽ ഞാൻ ആ ചേട്ടത്തിമാരോടെല്ലാം ഭയങ്കര വഴക്കുണ്ടാക്കും. എന്നാൽ പിന്നീട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ജീവിതം കംപ്ലീറ്റ് മാറി. ബൈബിളിൽ പറയുന്ന പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം ഒഴിഞ്ഞു പോയി എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതം പുതുതായി മാറി. അപ്പം ഞാൻ അടുത്ത ഞായറാഴ്ചയാണ് രാവിലെ. അന്ന് എൻ്റെ കൂട്ടുകാരി എന്നെ വന്ന് വിളിക്കാമായിരുന്നു. മുമ്പേ ഞാൻ എല്ലാം റെഡിയായി, ചർച്ചിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അവള് വന്നപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞു പോയി. ചർച്ചിൽ പോയി. എല്ലാവരും ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടന്നതുകൊണ്ട് സാക്ഷി പറയാൻ തുടങ്ങി. ഞാനും മൈക്ക് വാങ്ങി ഞാൻ സാക്ഷി പറഞ്ഞു. എല്ലാവർക്കും ആശ്ചര്യമായി. ഇതെന്തടാ ഇവള് ഒരു ദിവസം തന്നെ വന്നോളോ, എന്നിട്ട് ഇന്ന് സാക്ഷി പറയുന്നുവല്ലോ എന്ന്. എൻ്റെ ജീവിതം കർത്താവ് മാറ്റി. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ വളരെ സന്തോഷത്തോടെ ഞാൻ മടങ്ങി വന്ന് എപ്പം ഇനി രാവിലെ സ്കൂളിൽ പോകാൻ പറ്റി. ഞാൻ ഇടയ്ക്ക് ഭയങ്കര ചെല്ലത്തിൽ വളർന്നതുകൊണ്ട് പഠിക്കത്തില്ല. ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തിമാരെ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി പാസ്സായിക്കൊണ്ടിരുന്നു. ഇടയിൽ 2 വർഷം ഞാൻ തോറ്റുപോയി. അതുകൊണ്ട് ഞാനിപ്പം 17 വയസ്സിൽ 10ാം ക്ലാസ് പഠിക്കുക. അങ്ങനെ ഇരിക്കുന്നതായ ആ സമയത്ത് രാവിലെ ഞാൻ സ്കൂളിൽ പോകാൻ എഴുന്നേൽക്കുമ്പോൾ ഈ കള്ളം പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ പശുക്കളുണ്ട്. പാല് വാങ്ങാൻ വരുന്നവരോട് കാശ് വാങ്ങാൻ ഞാൻ പോകും. അവിടെ വാങ്ങിയിട്ട് എല്ലാം കൊണ്ട് കൊടുക്കത്തില്ല, കുറെ വാങ്ങി. ഞങ്ങളുടെ വീട്ടിൽ പിച്ചിപ്പൂ, റോസാപ്പൂ, മുല്ലപ്പൂ എല്ലാം ഉണ്ടെങ്കിലും ഈ പട്ട് റോസ മാത്രം ഞങ്ങളുടെ വീട്ടിലില്ല. ആ പൂ വാങ്ങി ഞാനും വെച്ച് എൻ്റെ കൂട്ടുകാർക്കും കൊടുത്ത് എൻ്റെ ടീച്ചേഴ്സിനും കൊടുത്ത് അത് വാങ്ങാൻ വേണ്ടിയുള്ള കാശിനെ ഞാൻ കള്ളം പറയുമായിരുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിലെ കള്ളം. അങ്ങനെ ഞാൻ അന്ന് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പൂ വാങ്ങാനോ പൈസ ഇങ്ങനെ കള്ളം പറയാനോ ഒന്നും നിന്നില്ല. എല്ലാത്തിനും എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം. ഞാൻ വേഗമായി സ്കൂളിൽ കടന്നുപോയി. ഇന്റർവ്യൂ ഇടുന്ന സമയം, ലഞ്ചിനുള്ള ടൈം എല്ലാം ഞാൻ എൻ്റെ കൂട്ടുകാരികളെല്ലാം വിളിച്ച്, ഇന്നലെ നിങ്ങൾ കുമിതം കുങ്കുമം പുസ്തകങ്ങളെല്ലാം വായിച്ച് എന്നെ റാണി പുസ്തകം എല്ലാം വായിച്ച് കേൾപ്പിച്ചല്ലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ അവരോട് സുവിശേഷം പറയുവാൻ തുടങ്ങി. ആരും എന്നോട് സുവിശേഷം പറയാൻ പറഞ്ഞില്ല. എന്നാൽ എനിക്ക് തന്നെ എൻ്റെ ഹൃദയത്തിലുള്ള സന്തോഷം അത് പിടിച്ചടക്കി വെക്കാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ സുവിശേഷം പറയാൻ തുടങ്ങി. അപ്പൊ സുവിശേഷം പറയുമ്പോൾ അല്പം ലേറ്റായി ക്ലാസ്സിൽ വന്ന ഉടനെ എല്ലാവരും പറയും, ടീച്ചർ സരോജിനി മതപ്രസംഗിയായി മാറിയിട്ട് ഇപ്പൊ ഞങ്ങളോട് ഇങ്ങനെ മതപ്രസംഗം ചെയ്തുകൊണ്ടിരുന്നോണ്ടാണ് ഞങ്ങൾ ലേറ്റായെന്ന് പറയും. അപ്പൊ അന്നേ എനിക്ക് ആ പേര് ദൈവം തന്നു. അത് 1 വർഷക്കാലം കൊണ്ട് ഞാൻ അവിടെ ഉള്ളതായ പിള്ളേർക്ക് സുവിശേഷം പറഞ്ഞു. കുറച്ചു പേര് കേൾക്കും, മറ്റുള്ളവർ പരിഹസിച്ചുകൊണ്ട് പോകും. അങ്ങനെ കേട്ടതായ പിള്ളേരില് 4 പേര് 1 വർഷം കൊണ്ട് രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതിൽ ഒരാൾ മരിച്ചുപോയി. ഇപ്പൊ 3 പേരുണ്ട്. അവർ ഈ 3 പേരും ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നു എന്നാണ് എൻ്റെ കാതിൽ കേട്ടത്. ഞാൻ അവരെ കണ്ടിട്ട് ഒത്തിരി വർഷങ്ങളായി. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ അങ്ങനെ 4 പേരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ഇടയായി. വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഹിന്ദുസമൂഹം എന്നെ വളരെയധികം ഞെരുക്കി കഷ്ടപ്പെടുത്തുമായിരുന്നു.
എന്നാലും അതെല്ലാം എനിക്ക് സാരമില്ല, എൻ്റെ യേശു എന്നോട് കൂടെ ഉണ്ട്, യേശുവാണ് എൻ്റെ അപ്പനും അമ്മയും എന്ന് വളരെ സന്തോഷത്തിൽ ഞാനിങ്ങനെ ആ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, എൻ്റെ കുടുംബക്കാരെ നീ രക്ഷിക്കണമേ, അവർക്ക് ഈ സത്യം അറിയത്തില്ല, എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ ഏതാണ്ട് 100-ലധികം പേര് ഞങ്ങളുടെ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടു. 30-ലധികം കുടുംബങ്ങൾ ഇന്ന് കർത്താവിന് ഫുൾ ടൈം കർത്താവിൻ്റെ വേല ചെയ്യുന്നവരായി മാറി. ഇത് ദൈവത്തിന്റെ സ്നേഹം മാത്രമാണ്. ഒരാൾ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം കംപ്ലീറ്റ് അങ്ങ് മാറും. മാറുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും ഈ ഒരു മാറ്റത്തിലേക്ക് വരുവാൻ അവരെ ആകർഷിക്കുന്നത് മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നോട് കൂടെ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ബ്രദറിന്റെ വീട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റെല്ലാവരും എന്നോട് വളരെ വിരോധമായിരുന്നു. മറ്റേ പ്രദേശമെല്ലാം നീ ഞങ്ങളെ മുഖത്തെ നോക്കരുതെന്നൊക്കെ പറഞ്ഞ് എന്നെ വിഷമിക്കുമായിരുന്നു. പല പ്രാവശ്യവും ഞാനിങ്ങനെ ലോഡ് സപ്പർ എടുക്കുവാൻ എനിക്ക് രാത്രി പോകാൻ പറ്റത്തില്ല, കണ്ണുനീരോടെ ഞാൻ രാത്രി കഴിക്കും. എന്നാൽ എപ്പോൾ രക്ഷിക്കപ്പെട്ടോ അന്ന് മുതൽ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ കൃപയാൽ 1 വർഷം കൊണ്ട് ബൈബിൾ തീർക്കുവാൻ കർത്താവ് കൃപ തന്നു. അങ്ങനെ ബൈബിളിലുള്ള വചനങ്ങൾ എന്നെ ശക്തീകരിച്ചു കൊണ്ടിരുന്നു. മാതാവും പിതാവും ഇല്ല എന്നുള്ളതായ ആ ഒരു ചിന്ത എന്നിൽ നിന്ന് ദൈവം എടുത്തിട്ട്, ഞാൻ നിനക്കുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് എന്നോട് അടിക്കടി പറഞ്ഞ് എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ എൻ്റെ വാലിബകാലം വന്നു. ഏതാണ്ട് 18 വയസ്സ് കഴിഞ്ഞ് 19ലേക്ക് പ്രവേശിക്കുമ്പോൾ നിറയെ ഇങ്ങനെ മാരേജ് കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം ഞാൻ എടുത്തു. എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് പണം ഉണ്ടെങ്കിലും, എന്ത് ഉദ്യോഗം ഉണ്ടെങ്കിലും, ഏത് സൗന്ദര്യം ഉണ്ടെങ്കിലും എനിക്ക് യേശുവിനെ ഏറ്റുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളുമായിട്ടല്ലാതെ എനിക്കൊരു മാരേജ് വേണ്ട എന്നുള്ള തീരുമാനം ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തു. ആ തീരുമാനം നിമിത്തമായി കർത്താവിൻ്റെ കൃപയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ഇന്നത്തുള്ള പോലെ ആ ഒരു മാരേജ് ചിന്തകളോ അങ്ങനെയുള്ള ഒരു കാര്യം, വൃത്തികെട്ട കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അന്ന് കമ്പ്യൂട്ടർ ഇല്ല, അന്ന് സെൽഫോൺ ഇല്ല. ഇന്ന് സെൽഫോണും കമ്പ്യൂട്ടറെല്ലാം വന്നപ്പോഴാണ് ഓരോരുത്തർ അതിലൂടെ എല്ലാം നിശ്ചയവും മാരേജും ഒക്കെ നടത്തുന്നത്. അന്ന് അതില്ലാത്തത് കൊണ്ട് ആ ചിന്ത ഒന്നും കിടയാതെ. കാരണം നമ്മുടെ സഹോദരന്മാരിരിക്കുന്നു, അവർ നമുക്ക് വേണ്ടി ആ സമയത്തിൽ അവർ ഒരുക്കും എന്നുള്ള ഒരു ചിന്തയിൽ അന്ന് ജീവിച്ചു. അപ്പോൾ പ്രാർത്ഥന ഇങ്ങനെ ചെയ്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ പലരും വന്ന് മാരേജ് കാര്യങ്ങൾ കേൾക്കും. അപ്പോൾ എൻ്റെ ബ്രദർ വിചാരിച്ചു, ഇവളിങ്ങനെ തനിയെ അമ്മ അപ്പ ഇല്ലാതെ ജീവിക്കുന്നു, ഞങ്ങളുടെ കാലം കഴിഞ്ഞ് ഇവളും ജീവിക്കുന്നത് എങ്ങനെ, അതുകൊണ്ട് ഒരു ഉദ്യോഗമുള്ളവൻ്റെ അടുത്ത് കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ പണമുള്ളവരുടെ അടുത്ത് കല്യാണം കഴിക്കാൻ. എനിക്ക് കുറച്ച് സ്വത്തുണ്ടായിരുന്നു, അങ്ങനെ അത് പോരല്ലോ എന്ന് പറഞ്ഞ് അവർ ചിന്തിച്ചു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലെ പണമോ ഈ ലോകത്തിലെ സ്വത്തോ അല്ല നമുക്ക് വലുത്. ഉന്നതത്തിലെ മോക്ഷ രാജ്യത്തിലുള്ളതായ ആ സ്വത്താണ് നമുക്ക് വലുത്. അതാണ് യേശു. ആ യേശുവിനെ കഴിഞ്ഞൊരു ജീവിതം എൻ്റെ ജീവിതത്തിൽ വേണ്ടവേ വേണ്ട എന്നുള്ള ആ തീരുമാനത്തെ കർത്താവ് മാനിച്ച് പലരും വന്നെങ്കിലും കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആലോചന വന്നപ്പോൾ എൻ്റെ ആങ്ങൾമാര്, എൻ്റെ സഹോദരന്മാരെല്ലാം ചേർന്ന് ഇത് ഒക്കത്തില്ല, ഇത് പെന്തക്കോസ്തുകാരാണ്, ഇവര് യേശുവിനെ വിളിക്കുന്നവരാണ്, നമുക്കതിന് ഒക്കത്തില്ല എന്ന് വളരെ പ്രതികൂലമൊക്കെ കൊണ്ടുവന്നു. പ്രതികൂലം വന്നെങ്കിലും ഞാൻ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ അത് മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അതിൽ പല കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശുശ്രൂഷയെ അധികമായി പറയുവാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അതിനെ വേഗമായി ഓടിപ്പോകുകയാണ്. ആ സമയത്ത് എനിക്ക് ഒരു ഉപദ്രവം ഉണ്ടായി. ഞാൻ ചർച്ചിൽ ഇരിക്കുമ്പോൾ എൻ്റെ ബ്രദർ വന്ന് എൻ്റെ കൈക്ക് പിടിച്ച് ഇളുത്ത് വെളിയിൽ കൊണ്ടുവന്ന്, ഒരിക്കലും നീ അവനോട് ഞങ്ങൾ കല്യാണം കഴിച്ച് കൊടുക്കത്തില്ല, നിനക്ക് ഒരു ഉദ്യോഗമുള്ളവൻ്റെ അടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അടിച്ച് വീട്ടിലേക്ക് എന്നെ ഇളുത്തു കൊണ്ടുപോയി. അവിടെ പോകുമ്പോഴേ എൻ്റെ ബ്രദർ അവിടെ നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ ബ്രദറാണെങ്കിൽ ഭയങ്കര കുടിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ആ വീട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങിയ പിറക് അവിടെ കുടിയെല്ലാം മാറി അവരിപ്പം ഒരു വിധത്തിൽ മാറ്റത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇദ്ദേഹം വന്ന് എന്നെ മൂത്ത സഹോദരൻ വന്ന് എന്നെ അടിച്ചു കൊണ്ടുപോകുന്നത്. അത് കണ്ടിട്ട് ഞാൻ കതക് തുറന്ന് എൻ്റെ റൂമിലേക്ക് കയറി, എൻ്റെ ബ്രദർ എന്തുകൊണ്ടാണ് എൻ്റെ സഹോദരിയെ ഇങ്ങനെ നിങ്ങൾ വേദനിപ്പിച്ചതെന്ന് കേട്ടിട്ട് ഇതാണ് കാരണമെന്ന് പറഞ്ഞ ഉടനെ എൻ്റെ ബ്രദർ പറഞ്ഞ ഒറ്റ കാര്യം,
നാളെ ഞാൻ പോയി പറയും, ആ മാരേജ് തന്നെ ചെയ്യും എന്ന് എന്റെ ബ്രദറിനോട് പറഞ്ഞു. അതോടെ ഒരു പ്രതികൂലം നമുക്ക് വരുമ്പോൾ അതിന് ദൈവം ഒരു അനുകൂലമായ കാര്യത്തെ ചെയ്യും എന്നുള്ളത് ഇത് ദൃഷ്ടാന്തമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷയാണ് വലുത്. അതിനുശേഷം അവിടെ പോയി പറഞ്ഞു. ഒരു 3 മാസം എൻ്റെ കർത്താവിൻ്റെ ദാസൻ, എൻ്റെ ഭർത്താവ് ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ 66 ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ ചേർന്നു, പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ ഞാൻ പറയുന്നതായ സമയം, എൻ്റെ മാരേജ് കേൾക്കുന്ന സമയത്ത് ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ നിന്ന് വന്ന് താൻ കുവൈറ്റ്, ദുബായ്, ഡോഹ, അബുദാബി ഈ സ്ഥലങ്ങളിലെല്ലാം കപ്പലിൽ പ്രയാണം ചെയ്യുകയായിരുന്നു. അപ്പൊ കപ്പലിൽ യാത്ര ചെയ്തിട്ട് ലാസ്റ്റില് കുവൈറ്റിലാണ് അവരുടെ ലാസ്റ്റ് ട്രിപ്പ്. അവിടെ ചെന്നപ്പോൾ കല്യാണത്തിനുള്ള എല്ലാ നിശ്ചയവും ഇവിടെ വീട്ടുകാരെല്ലാം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇനി ഞാൻ കല്യാണം കഴിഞ്ഞ് വെളിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രൊജക്ടർ വാങ്ങണം. പ്രൊജക്ടർ വാങ്ങിയ മലയോര പ്രദേശങ്ങളിലെ അതുപോലെ കടലോര പ്രദേശങ്ങളിലെല്ലാം പോയി പ്രൊജക്ടറിൽ കൂടെ യേശുവിനെ കാണിച്ച് സുവിശേഷം പറഞ്ഞാൽ നിറയെ പേര് വരും, അവർക്ക് സുവിശേഷം പറയാം, അങ്ങനെ അവർ രക്ഷിക്കപ്പെടുമെന്നുള്ളതായ ആ ചിന്തയിൽ ഒരു പ്രൊജക്ട് വാങ്ങണം എന്നത് തൻ്റെ കൂട്ടുകാരനോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, നമ്മൾ എങ്ങനെയാണ് പ്രൊജക്ട് വാങ്ങുന്നത്? ഇവിടെ നമ്മൾ സേവയായിട്ടാണ് ചെയ്യുന്നത്, മാസശമ്പളമൊന്നും ഇല്ല. അപ്പം എൻ്റെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, എൻ്റെ രക്തത്തെ ഞാൻ വിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ രക്തം കൊടുത്ത് ഒരു പ്രൊജക്ട് വാങ്ങണം എന്നുള്ളതായ തീരുമാനം കർത്താവിൻ്റെ ദാസന്റെ ഹൃദയത്തിൽ വന്നു. അതോടെ അയ്യോ, നീ ഈ മെലിഞ്ഞ കപ്പലിലായിരിക്കുമ്പോഴേ പെയിന്റെല്ലാം അടിച്ച് ബമ്പിങ് എല്ലാം പണി വോമിറ്റിങ് എല്ലാം ചെയ്ത് ആള് വളരെ സ്കെൽറ്റായിരുന്നു. എന്നാലും പോയി ആശുപത്രിയിൽ പോയി നോക്കിയപ്പോൾ അവിടെ അവരോട് പറഞ്ഞ് ഈ രക്തം ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ വന്നിരിക്കാമെന്ന് പറയുമ്പോൾ ഒരു നേഴ്സിനെ വിളിച്ച് ഈ രക്തം ഏത് ഗ്രൂപ്പാണെന്ന് നോക്കണമെന്ന് പറഞ്ഞു. എടുത്തപ്പോൾ A+, ഇതിവിടെ ധാരാളം ഇരിക്കുന്നെന്ന് പറഞ്ഞു. അതോടെ മനസ്സ് മടുത്ത് കപ്പലിലോട്ട് കടന്നു വന്നു. അടുത്ത് പ്രാർത്ഥന, അടുത്ത് ദൈവമേ ഞാൻ പോകുമ്പോൾ അവിടെ വേറെ ഒരു ഡോക്ടർ ഇരിക്കണമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവിടെ പോയി. അടുത്ത ദിവസം പോകുമ്പോൾ വേറൊരു ഡോക്ടറാ. അദ്ദേഹം പറഞ്ഞു A+ അല്ലേ, ഇഷ്ടംപോലെ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന്. അടുത്ത് പിന്നെയും കപ്പലിൽ വന്നപ്പോൾ മാവേലിക്കരയിലുള്ളതായ ഒരു ഡോക്ടർ ഈ കപ്പലിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, എങ്ങനെങ്കിലും എനിക്കൊരു റെക്കമെൻഡേഷൻ എഴുതി തരണം, ഞാൻ പോയി എൻ്റെ രക്തം വിറ്റ് എനിക്കൊരു പ്രൊജക്ട് വാങ്ങണം, എൻ്റെ ശുശ്രൂഷ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഞങ്ങൾ സുശേഷ വേല ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതി കൊടുത്തു. ഈ റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ട് ആ ഡോക്ടറുടെ കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം അത് വായിച്ചിട്ട് അവിടെ അടുത്തൊരു റൂമുണ്ട്, അവിടെ പോയി ഒന്ന് ബെഡിൽ കിടക്കാൻ പറഞ്ഞു. ഒരു നേഴ്സ് വന്ന് കർത്താവിൻ്റെ ദാസൻ വിചാരിച്ചത് ഒരു ചെറിയ ട്യൂബ് കൊണ്ടുവരും, അതിൽ രക്തം ഇങ്ങനെ കുത്തിയെടുത്തുകൊണ്ട് എനിക്ക് കാശ് കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കിക്കൊണ്ട് കിടക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് പൈ ഇങ്ങനെ കൊണ്ടുവരുന്നു, കയ്യിൽ കുത്തിയിട്ട് രക്തം ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. 1 ഔൺസ് 2 ഔൺസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രക്തം അങ്ങ് നിന്ന് പോയി. അപ്പം നേഴ്സ് വന്ന് പറഞ്ഞു, നിങ്ങളുടെ കൈ ഒന്ന് പമ്പ് ചെയ്യണോ, ഹാർട്ടിലുള്ള രക്തം വരാനായിട്ട്. ഇങ്ങനെ പമ്പ് ചെയ്ത് ആ പ്ലാസ്റ്റിക് പൈ നിറഞ്ഞു. 16 ഔൺസ് രക്തം അതിൽ നിറച്ച് അവിടെ മുമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ പിശാച് പറയുകയാണ്, നീ ഇനി ഇവിടെ തീർന്നു, ഇനി നീ നാട്ടിൽ പോകത്തില്ല, നീ ഒരു കല്യാണം ചെയ്യത്തുമില്ല എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞത്, സാത്താനെ നീ എന്നെ വിട്ടു പോ, ഞാൻ ഈ കാശ്, ഞാൻ അഥവാ പോയില്ലെങ്കിലും ഇതെൻ്റെ രക്തം വിറ്റ കാശാണ്, ഇതുകൊണ്ട് ഒരു പ്രൊജക്ട് വാങ്ങി നിങ്ങൾ കൊണ്ടുപോയി സുവിശേഷ വേല ചെയ്യണമെന്ന് ഞാൻ മറ്റുള്ളവർക്ക് പറയും എന്നിങ്ങനെ പറഞ്ഞത് ശത്രു മാറിപ്പോയി. കർത്താവിൻ്റെ കൃപയാൽ എഴുന്നേറ്റ് അവിടെ ഇങ്ങനെ ഒരു മിക്സഡ് ജ്യൂസ് കൊടുക്കും, അത് കുടിച്ചിട്ട് വേണം പോകാൻ. അത് കുടിക്കാൻ നിന്നാ ലേറ്റാകും, ഞാൻ കണ്ടതായ ആ പ്രൊജക്ട് ആരെങ്കിലും വാങ്ങിച്ചാലോ എന്ന് പറഞ്ഞ് നേരെ പ്രൊജക്ട് വാങ്ങാനായിട്ട് കടയ്ക്ക് ഓടിപ്പോയി. അവിടെ ചെന്നപ്പോൾ അവർ കണ്ടതായ പ്രൊജക്ട് അവിടെ ഉണ്ടായിരുന്നു. അത് ഈ കാശ് കൊടുത്ത് അതിനെ വാങ്ങാൻ തക്കോണം ദൈവം ഇടയാക്കി. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ വാങ്ങി ബോംബെ വരെ കൊണ്ടുവന്നു. ബോംബെയിൽ കൊണ്ട് ഇറക്കുമ്പോൾ
ഇതിന് ഡ്യൂട്ടി കെട്ടണമെന്ന് പറഞ്ഞു. അയ്യോ കർത്താവേ, ഞാൻ എങ്ങനെയോ ഡ്യൂട്ടി കെട്ടു? കിട്ടിയ കാശ് കൊടുത്ത് ഞാൻ വാങ്ങിച്ചു. അദ്ദേഹത്തോട് ഈ കഥ പറഞ്ഞപ്പോൾ ഇതുപോലെ നിറയെ കഥകളെല്ലാം ഞങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഡ്യൂട്ടി കെട്ടുന്നോ ഇല്ലയോ, ഡ്യൂട്ടി കെട്ടുന്നെങ്കിൽ എടുത്തോണ്ട് പോ, ഇല്ലെങ്കിൽ ഓക്കോ എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ ദാസനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരിനി വെളിയിലോട്ട് വന്ന് ഒരു ചുവരിൽ ചാരി നിന്ന് കരയുവാൻ തുടങ്ങി. കർത്താവേ, എൻ്റെ രക്തം കൊടുത്ത് ഇതിനപ്പുറം ഞാൻ എന്ത് കൊടുക്കാനാ? ഇനി ഡ്യൂട്ടി കെട്ടാൻ പറയുന്ന എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്വർഗത്തെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതേ മനുഷ്യൻ, ഹലോ വാ വാ വാ, വന്ന് ഇത് എടുത്തോണ്ട് പോ, ഡ്യൂട്ടി ഒന്നും കെട്ടണ്ട. അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ആ പ്രതീക്ഷയുമായിട്ട് നാട്ടിലേക്ക് വന്നു. ഒരു 12 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മാരേജ് കർത്താവിൻ്റെ കൃപയാൽ മംഗളകരമായി ആ മാരേജ് എല്ലാം നടക്കുവാൻ ദൈവം കൃപ ചെയ്തു. മാരേജ് കഴിഞ്ഞ് ഒരാഴ്ച ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഒരാഴ്ചക്കപ്പുറം ഞങ്ങൾ രണ്ടുപേരും ഫീൽഡിലേക്ക് കടന്നുപോയി. ഞങ്ങളുടെ ഹണിമൂൺ എല്ലാം ഫീൽഡാണ്. അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കൊണ്ട് ഞങ്ങൾ ആരംഭിച്ചു. അങ്ങനെ 1972 ഞങ്ങളുടെ മാരേജ്. അതുമുതൽ ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആരംഭിച്ചു. ഞങ്ങളുടെ ഹൈ റേഞ്ചിലും അതുപോലെ കടക്കര തീരങ്ങളിലെല്ലാം പോയി ഇങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിലായിട്ട് തിരിച്ചു വന്ന് രാത്രി ഞങ്ങളുടെ ബെഡിൽ കടന്നുറങ്ങണമെന്നുള്ള ആ ചിന്ത ഞങ്ങൾക്കില്ല. അവിടെ എന്ത് കിട്ടുന്നു? കടൽക്കരയിൽ പോയാൽ മണൽ കിട്ടും, അടുത്ത് സ്കൂൾ വരാന്ത, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഞങ്ങൾ അന്തി ഉറങ്ങുമായിരുന്നു. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരും. പിന്നെയും ഞങ്ങളുടെ ഡ്രസ്സുകൾ കഴുകി അടുത്ത് പിന്നെയും പോകാനുള്ള ഒരുക്കമാണ്. ഇങ്ങനെ ഞങ്ങൾ ഈ ഹൈ റേഞ്ചിലും അതുപോലെ കന്യാകുമാരി മുതൽ ഞങ്ങൾ ബോംബെ വരെയുള്ളതായ ആ കടൽ ഓരോ പ്രദേശങ്ങളിൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കണം ദൈവം ഇടയാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ ചർച്ചുകളിൽ ഞങ്ങൾ കയറും. അതാത് ഇടങ്ങളിലുള്ള അന്ന് കടലോര പ്രദേശങ്ങളിലെ വേല എന്ന് പറഞ്ഞാൽ ദൂരെ മൈക്ക് കെട്ടി വെച്ചിട്ട് അങ്ങ് പ്രസംഗിക്കും. കടലോരത്തിൽ പോയാൽ അവിടെ മീൻ പിടിക്കുന്നവരെ അടിയും നിറയെ കൊടുക്കും. എൻ്റെ കർത്താവിൻ്റെ ദാസന് നിറയെ അടി വാങ്ങിച്ചിട്ടുണ്ട്. കൂടെ പോയ പലർക്കും അടി വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ഒന്നും എനിക്ക് അടി കിട്ടിയിട്ടില്ല. ഞാൻ രാമേശ്വരത്തിൽ വന്നതിന് ശേഷമേ എനിക്ക് അടി കിട്ടിയിട്ടുള്ളൂ. അവിടെ എൻ്റെ കർത്താവിൻ്റെ ദാസൻ അടി വാങ്ങി പല പ്രാവശ്യവും മരണത്തിൻ്റെ അടുത്ത് എത്തുന്ന അളവിന് അടി വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ അടിയും വാങ്ങിക്കൊണ്ട് തിരിച്ചും അതേ ഇടങ്ങളിൽ കടന്നുപോയി കർത്താവിന് വേണ്ടി സേവ ചെയ്ത് ഏതാണ്ട് 10 വർഷക്കാലം ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുവാൻ കൊണ്ട് ദൈവം ഇടയാക്കി. ഈ 10 വർഷത്തിനിടയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവെ, വേലയില്ലാത്ത സ്ഥലത്ത് വടക്കേ ഇന്ത്യയിലോ മറ്റേതെങ്കിലും ഇടങ്ങളിൽ ഞങ്ങളെ അയക്കണമേ കർത്താവെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളെ വടക്കേ ഇന്ത്യയിലല്ല രാമേശ്വരത്തിൽ പോകണമെന്ന് കർത്താവ് പറഞ്ഞു. രാമേശ്വരം വടക്കേ ഇന്ത്യ പോലെ ഉള്ളതായ ഒരു സ്ഥലമാണ് രാമേശ്വരം. അപ്പൊ രാമേശ്വരത്തിൽ പോകുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കർത്താവിൻ്റെ കൃപയാല് അപ്പോൾ എൻ്റെ മൂത്ത മകൻ ബില്ലിഗ്രാം ഓരോ മക്കളെയും പ്രസവിക്കുന്നത് ഒരാഴ്ച ഞാൻ വീട്ടിലിരിക്കും. പിന്നീട് പ്രസവിച്ച് 1.5 മാസം ആകുമ്പോൾ തിരിച്ച് പിള്ളേരെ എടുത്തുകൊണ്ട് ശുശ്രൂഷയ്ക്ക് പോകും. ഇങ്ങനെയായിരുന്നു ഞങ്ങൾ പ്രസംഗിച്ച് നടന്നത്. അങ്ങനെ ബില്ലിഗ്രാം മൂത്ത മകൻ, രണ്ടാമത്തെ മകൻ ഇസ്രായേൽ, അവനെ 58 ദിവസം ആയപ്പോൾ എടുത്തുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരം നേമത്തിലുള്ള ഒരു ചർച്ചിൽ പോകുന്ന ആ ഒരു ചിന്ത ഇപ്പോഴും എൻ്റെ മൈൻഡിൽ നിന്ന് മാറിയിട്ടില്ല. 58 ദിവസമായ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇന്ന് അവൻ ഒരു പാസ്റ്ററാണ്. സഭയിലെ ഇവിടെ രാമേശ്വരം സഭയിലെ പാസ്റ്ററായിരിക്കുന്നു. മൂത്തവൻ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കുന്നു. അടുത്ത് മൂന്നാമത്തെ മകൾ സൂസന്ന, അവൾ ഇന്ന് വർഷിപ്പ് പണുന്നതിന് ബെസ്റ്റ് വർഷിപ്പുകാരിയായിരിക്കുന്നു. അവളുടെ ഹസ്ബൻഡ് പല വർക്കുകൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾക്ക് 2.5 വയസ്സ്, മൂത്ത മകൻ 7 വയസ്സ്, അടുത്ത് 5 വയസ്സ്, മൂന്നാമത്തെ മകൾക്ക് 2.5 വയസ്സ്, നാലാമത്തെ മകൾ എൻ്റെ വയറ്റിൽ 7.5 മാസം. ഈ സമയത്താണ് കർത്താവ് പറയുന്നത് നിങ്ങൾ രാമേശ്വരത്തിൽ പോകണമെന്ന്. അപ്പം ഞങ്ങളുടെ സൂഴ്നില, ഞങ്ങളുടെ സിറ്റുവേഷൻ നോക്കണമോ അതോ ദൈവം പറയുന്നത് കേൾക്കണമോ? അപ്പം ദൈവം പറയുന്നതാണ് കേൾക്കുന്നത് ബെസ്റ്റ് എന്ന് കരുതി എൻ്റെ ഭർത്താവ് പറഞ്ഞു, സരോജം, നിനക്കിനി ഒരു 1.5 മാസം കൂടെ ഉള്ളോ,
നീ പ്രസവം കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വന്ന് കൂട്ടിയിട്ട് പോകാം. കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ രാമേശ്വരത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഞാൻ പറഞ്ഞ് ആബ്രഹാം പോയപ്പോഴ് സാറായെ ഇട്ടിട്ട് പോയിട്ടില്ല. സാറ കൂടെ പോയതുപോലെ നാളെയാണ് എൻ്റെ പ്രസവം എന്ന് പറഞ്ഞാലും ഇന്ന് ഞാൻ കർത്താവ് നിങ്ങളോട് പറഞ്ഞ ഇടത്തിൽ ഞാനും വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിന്റെ കൃപയാൽ ഞങ്ങള് പോകാനായിട്ട് തയ്യാറായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബാങ്കിൽ അല്പം പൈസ, കാനറ ബാങ്ക്, അതിൽ കുറച്ച് പൈസ കിടന്നു. അതെടുത്ത് ഞങ്ങൾ അവിടെ ചുറ്റുപാടുള്ള ഇടത്തിൽ ചെറിയ ചെറിയ മിനി ക്രൂസൈഡ് നടത്തി അതെല്ലാം തീർത്തു. ഇപ്പോഴും ആ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. 50 രൂപ മാത്രമേ ബാലൻസ് ഉള്ളൂ. അതുവരെ ആക്കി. കർത്താവ് രാമേശ്വരത്ത് പോകാൻ പറഞ്ഞാൽ രാമേശ്വരത്ത് പോകാനുള്ള കാര്യങ്ങളും കർത്താവ് ചെയ്യും. തിരിച്ചു വരാനല്ല. നമ്മുടെ ബാങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ കഷ്ടപ്പെടുമ്പോൾ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കും. തിരിച്ചു വരാനുള്ള ഏതൊരു ആഗ്രഹവും ഇല്ല. പോയ കർത്താവിന് വേണ്ടി പോകുക. കർത്താവ് ജീവൻ തന്നാൽ തങ്ങുക, ഇല്ല മരിച്ചാൽ കർത്താവിന് വേണ്ടി മരിക്കുക. ഈ ഒരു പ്രതീക്ഷയോടുകൂടെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് എൻ്റെ ഭർത്താവിന് കാണിച്ചു. ഒരാൾ വരും, ഒരു പോസ്റ്റ്മാൻ വരും, 200 രൂപ തരും. ആ 200 രൂപ നിങ്ങൾക്ക് രാമേശ്വരത്ത് പോകാനുള്ള കാശാണ്. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 200 രൂപ വന്നു. 200 രൂപ വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ രാമേശ്വരത്തിലോട്ട് എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തു. എല്ലാം എടുത്തിട്ട് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ മാത്രം ഞങ്ങളുടെ വീട്ടിലെ വേറെ ഒരു കുടുംബത്തെയും കൂടെ അവരെ സൂക്ഷിക്കാനായിട്ട് നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കടന്നു വരുവാൻ തക്കണം ഇടയായി. ഞങ്ങൾ കടന്നു വരുന്ന നേരം എൻ്റെ സ്വന്തങ്ങളോ ബന്ധങ്ങളോ ആരും വന്ന് ഞങ്ങളെ യാത്ര അയക്കാൻ വന്നില്ല. കാരണം ഇവർക്ക് ഈ സിറ്റുവേഷനില് ഇത് ഗർഭിണിയായ ഭാര്യയും കൂട്ടിയിട്ട് ഇങ്ങനെ പോകുന്നത് ഏതോ മൈൻഡിന് ഏതോ പ്രശ്നമാണ് എന്നവർ ചിന്തിച്ച് ആരും ഒന്നും കൂട്ടി നിന്നില്ല. എന്നാൽ ഒരു ദീർഘദർശിയായ സഹോദരി, എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ കടന്നു വന്നു. അവൾ ദീർഘദർശനം പറയുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ച്, ഞാൻ ആബ്രഹാമെ പോലെ നിങ്ങളെ അയക്കുന്നു, കാണപ്പെടാത്ത ദേശത്തില് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ എൻ്റെ മഹത്വത്തെ ഞാൻ നിങ്ങളിലൂടെ എടുക്കും. അനേക ആത്മാക്കളെ ഞാൻ നിങ്ങൾക്ക് തരും. ഇങ്ങനെ ദീർഘദർശനം പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളെ അയച്ചു. ഒരു 5 ബസ് കയറിയാണ് ഞങ്ങൾ രാമേശ്വരത്ത് വന്ന് ചേർന്നത്. ഏതാണ്ട് നാഗർകോവിൽ വരുമ്പോൾ 8:15 അവിടുന്ന് ഒരു ബസ് അവിടുന്ന് അവിടുന്ന് തിരിക്കും. ആ 8:15 ബസ്സിൽ ഞങ്ങൾ കയറി. മണ്ഡപം എന്ന് പറയുന്ന സ്ഥലം വരെ ബസ് വരികത്തുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് രാമേശ്വരത്തില് ബസ് വരും, കാരണം പാലമുണ്ട്. അന്ന് പാലം ഇല്ല. പാലത്തിന് വേണ്ടിയുള്ളതായ ആ പോസ്റ്റുകൾ അന്ന് നിർത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രാവിലെ 4:30 മണ്ഡപത്തിൽ വന്നിറങ്ങി. 4:30 ഇറങ്ങുമ്പോൾ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് 1979 ഡിസംബർ 16-ാം തീയതിയാണ് ഞങ്ങൾ വന്നിറങ്ങുന്നത്. ക്രിസ്മസ് ടൈം ഭയങ്കര കാറ്റ്, കടൽ കാറ്റ് കൊണ്ട് തണുത്ത് ഇരിക്കാൻ വയ്യ. എന്നിട്ട് പിള്ളേകളെല്ലാം സാരി കൊണ്ട് മൂടി എങ്ങനെയോ ഞങ്ങൾ ഒരു 6 മണി വരെ വെയിറ്റ് ചെയ്തു. 6 മണിക്ക് ഒരു ട്രെയിൻ വന്നു. ആ ട്രെയിനിൽ ഞങ്ങൾ കയറി, സാധനങ്ങളെല്ലാം കയറ്റി അടുത്ത് കടൽ താണ്ടി പാമ്പൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി. പാമ്പനിൽ ഇറങ്ങി ആ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാം ഇറക്കിയിട്ട് ഞങ്ങൾ അവിടെ ഒരു ആൽമരത്തിന്റെ മൂട്ടിലിരിക്കുകയാണ്. ആ ആൽമരം ഇന്നും അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും ആ ആൽമരത്തെ. കാരണം അവിടെയാണ് സാധനം എല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഇരുന്നത്. ഇരിക്കുമ്പോൾ ആരോട് ചോദിക്കാം, ഒരു വീട് വാടകയ്ക്കെന്ന് ചോദിക്കാമെന്ന് ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ കൂടെ നടന്നു വരികയാണ്. അദ്ദേഹത്തെ കണ്ട ഉടനെ ഇത് ഒരു മലയാളിയെ പോലെ തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് പപ്പ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു മലയാളി, കൊല്ലംകാരൻ. അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇവിടെ ഒരു വീട് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന്. എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പോഴാണ് ഈ റീസെൻ്റാ വന്നതുകൊണ്ട് എനിക്കറിയത്തില്ല. എനിക്ക് ഒരു വീടുണ്ട്, അവിടെ നിങ്ങളുടെ സാധനങ്ങളെല്ലാം വച്ചോളാം. അപ്പോഴും അദ്ദേഹം അൺമാരീഡ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങൾ സാധനം വയ്ക്കുക, എനിക്കൊരു മീൻ ഷെഡുണ്ട്, ആ മീൻ ഷെഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. ശരി, തൽക്കാലം നിങ്ങൾക്ക് അത് മതിയെന്ന് ചിന്തിച്ച് കയ്യിൽ ബാലൻസ് 5 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5 രൂപയ്ക്ക് അന്ന് 10 ഇഡ്ഡലി കിട്ടി. ആ ഇഡ്ഡലി വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഈ മീൻ ഷെഡിലേക്ക് കടന്നുപോയത്. തിങ്സ് എല്ലാം പറഞ്ഞതുപോലെ എല്ലാം അവരുടെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ മീൻ ഷെഡിൽ പോയി. രാവിലെ മീൻകാരെല്ലാം കൊണ്ടുവരും. ഏതാണ്ട് ഒരു 10:30-11 മണി വരെ
അവർ മീനെല്ലാം തൂക്കിയിട്ട് അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് പോകും. പിന്നെ ഞങ്ങൾ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് അതിനെ കഴുകി കുറച്ച് അത് ഉണങ്ങിയ ശേഷം അതുവരെ ഞങ്ങൾ വെളിയിൽ പിള്ളേരുമായിട്ട് ഇരുന്ന് പിള്ളേർക്ക് എന്തെങ്കിലും വചനം പറഞ്ഞു കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ വെളിയിലിരിക്കും. പിന്നെ അവർ പോയതിന് ശേഷം ഞങ്ങൾ അകത്ത് കയറി ഏതാണ്ട് 2 ആഴ്ചയോളം ആ മീൻ ഷെഡിനകത്ത് താമസിക്കാൻ ദൈവത്തിന്റെ കൃപ ചെയ്തു. ആ മീൻ ഷെഡിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ എൻ്റെ ഭർത്താവ് കേൾവിപ്പെട്ടു, ദിനകരനയ്യ രാമനാട് വരുന്നു. കേൾവിപ്പെട്ടിട്ടുണ്ട് ദിനകരനയ്യ എന്ന്, അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ എങ്ങനെ നമുക്ക് പോകാൻ പറ്റുക? എൻ്റെ അടുത്ത് പറഞ്ഞു, എങ്ങനെയെങ്കിലും പോകണം സരോജം, ദിനകരനയ്യ രാമനാട് വരുന്നു. എങ്ങനെ പോകുമെന്ന് ഞാൻ ചോദിച്ചു. അതെങ്ങനെയെങ്കിലും നമ്മൾ പോകണം. എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ കള്ള ട്രെയിൻ കയറി പോകണം എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കൈയെടുത്ത് തൊഴുതു, ഞാൻ വരുന്നില്ല എന്ന്. അപ്പോ കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരേ ഒറ്റ കാര്യം, സരോജമോ, നമ്മളെ പിടിച്ച പോലീസ് പിടിച്ച അല്പം ആഹാരം കിട്ടും, എന്നാ നമ്മള് പോകാം. ഉടനെ ഞാൻ പറഞ്ഞു ആഹാരം കിട്ടുമെന്ന് പറഞ്ഞപ്പോ അത്രത്തോളം വിശപ്പിലും ദാഹത്തിലും ഇരുന്ന ഒരു സമയം, ആഹാരം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരി എന്നാ പോകാം എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ, അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ട്രെയിൻ കയറി രാമനാട് ഇറങ്ങുന്നത് വരെ ഒരു TTR വന്നില്ല, ആരും ഞങ്ങളോട് ടിക്കറ്റും ചോദിച്ചില്ല. അങ്ങനെ ഞങ്ങൾ അതിലിറങ്ങി അവിടെ ഞങ്ങളുടെ മീറ്റിങ്ങിന് കടന്നുപോയി. മീറ്റിങ്ങിന് കടന്നുപോയപ്പോൾ ജനക്കൂട്ടം, ഭയങ്കരമായ ജനക്കൂട്ടം. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അവിടെ കൂടെ സ്റ്റേജിലേക്ക് കയറി വന്ന ഒരു ആ ദൈവദാസ, അദ്ദേഹമാണ് ദിനകരൻ എന്ന് അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ഫസ്റ്റായിട്ട് പ്രവചനം പറഞ്ഞ എനിക്ക് വേണ്ടിയാണ്. സരോജം എന്ന് വിളിക്കപ്പെട്ട സരോജിനിയെ, നീ എൻ്റെ ശബ്ദം കേട്ട് നീ ഇറങ്ങി വന്നതിനാല് നീ ഇന്ന് കടന്നു പോകുന്ന പാത അത് സാധാരണ വഴിയല്ല, ഒരു വ്യത്യാസമായ ഹാർഡായിട്ടുള്ള ഒരു പാതയിലാണ് നീ കടന്നു പോകുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് മഹിമയായ കാര്യത്തെ ചെയ്യും. ഇങ്ങനെ ദൈവശബ്ദം കേട്ടപ്പോൾ കർത്താവ് ഇവിടെയും കർത്താവ് ഞങ്ങളെ കാണുന്നുണ്ടല്ലോ എന്നുള്ളതായ ചിന്ത ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് തീർന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ കരയുവാൻ തുടങ്ങി. യേശുപ്പ, അങ്ങ് ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്നു, അങ്ങ് ഞങ്ങളെ കാണുന്നല്ലോ, ഞങ്ങളെപ്പറ്റി അറിയാത്ത ഒരു ജീവിതം ഇങ്ങനെ ഞങ്ങളെപ്പറ്റി പറയുന്നല്ലോ, ഇത് ദൈവമാണ് സംസാരിച്ചതെന്നുള്ള കാര്യത്തില് ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റുപാട് വരുന്നവര് ഞങ്ങളെ നോക്കിയിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ പിള്ളേരുടെ കയ്യില് കുറച്ച ഇങ്ങനെ കാശുകൾ കൊടുത്തിട്ട് പോയി. അത് അവരെന്ത് ചിന്തിച്ചെന്നറിയില്ല. ഞങ്ങൾ അതിന് ഒരു കാണിക്ക പോലെ ഞങ്ങൾ കളക്ട് ചെയ്തു, ഒരു ഓഫറിങ് കളക്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് പോയത് ഹോട്ടലിലാണ്. പോയി വയറ് നിറയെ ആഹാരം കഴിച്ചിട്ട് വന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുത്തു, പാമ്പലിൽ വന്ന് ഇറങ്ങാൻ. പാമ്പലിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പോയപ്പോൾ ടിക്കറ്റ് എടുക്കാത്തത് ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റിനെ ഇങ്ങനെ കീറിക്കളഞ്ഞു. അപ്പൊ ഗവൺമെന്റിന് പോകേണ്ടത് ഗവൺമെന്റിന് പോയി, നമ്മൾ ഗവൺമെന്റിനെ ചീറ്റ് ചെയ്തില്ല എന്ന് മനസ്സ് ധൈര്യത്തോടെ ഞങ്ങൾ ആ മീൻ ഷെഡിലേക്ക് കടന്നുപോയി. ഈ മീൻ ഷെഡിൽ ഇരിക്കുമ്പോഴെല്ലാം എങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കും. ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര വെയില്, അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഓരോ തുറകളിൽ കടലിന്റെ അടുത്ത് ഞങ്ങൾ പോകും, ഒരു പാട്ട് പാടും. വരുവായ് തരുണമിതുവേ അழைக்கிறாரே வல்ல ஆண்டவர் இயேசு அண்டை, வருவாய் தருணமிதுவே അழைக்கிறாரே വല്ല ആണ്ടവർ യേശു അണ്ടൈ. ഈ പാട്ടും പാടും. ഇത് പാടാൻ ഞങ്ങൾക്ക് അറിയാം, പിള്ളേർക്കും അറിയാം, എനിക്കും അറിയാം. എന്നാൽ പ്രസംഗിക്കാൻ എനിക്കറിയത്തില്ല. എനിക്ക് തമിഴ് അറിയില്ല, മലയാളം മാത്രമേ അറിയത്തുള്ളൂ. ഈ പാട്ടും പാടിയിട്ട് എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് തമിഴ് അറിയാം, അവർ തമിഴിൽ പ്രസംഗിച്ച് കഴിയുമ്പോൾ പിള്ളേർ കയ്യിലിരുന്ന കുറച്ച് ട്രാക്ടർ ഉണ്ട്, അവിടുത്തെ അമ്മമാർക്ക് എല്ലാം ഇരിക്കും. അവർക്ക് ഇങ്ങനെ ഇടുപ്പിലൊരു ചുരുക്ക് പയ്യുണ്ട്, അതിൽ കാശുമായിട്ടൊക്കെ വന്നിരിക്കുന്ന. അപ്പം പിള്ളേർ ഇങ്ങനെ കൊണ്ട് ട്രാക്ടർ കൊടുക്കുമ്പോൾ ഇത് എവിടെന്നോ വന്നവരിങ്ങനെ കൈയടിച്ച് പാട്ട് പാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചുരുക്ക് പയ്യിൽ നിന്ന് കുറച്ച് കാശുകൾ എടുത്തു കൊടുക്കും. അതിന് ഞങ്ങൾ കളക്ട് പണിയാണ് ഓരോ ദിവസവും കുറച്ച് അരി വാങ്ങി
ഞങ്ങൾ കയ്യിലിരുന്ന പാത്രം ഉപയോഗിച്ച് ആ ഇരുന്ന ഒരു തെന്നമായി തെങ്ങും തോട്ടമാണ്. അവിടെയുള്ള വിറകെടുത്ത് അങ്ങനെ കഞ്ഞി വെച്ച് കുടിക്കുകയും അങ്ങനെ ഓരോ ദിവസം കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നു. കടന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇവിടുത്തെ ഉടമസ്ഥൻ പറയുകയാണ്, നിങ്ങൾ വേറെ ഏതാതെ ഒരു വീട് നോക്കി നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ദൈവശബ്ദം കേട്ടു. അടുത്ത് ഞങ്ങൾക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടിയായിട്ട് വന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പോയതിൻ്റെ ഇടയിൽ ഇവിടെ ആരോ പറഞ്ഞു കൊടുത്തു, ഈ അമ്മ ഇവിടെ പ്രസവിക്കാൻ പോവുകയാണ്, പിറகு നിനക്ക് ഇവിടെ മീനൊന്നും വ്യാപാരം ചെയ്യാൻ പറ്റത്തില്ല. ഇത് കേട്ട ഉടനെ പുള്ളിക്കാരെ ഇങ്ങനെ സാവധാനത്ത് പറഞ്ഞു. ശരി, 2 ആഴ്ച തന്നത് വലിയ ഉപകാരം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാശ് കയ്യിലായിരുന്നു. അതുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ കയറി എല്ലാ സാധനത്തെയും പാക്ക് ചെയ്ത് ഞങ്ങൾ ട്രെയിനിൽ കയറി രാമേശ്വരത്തിലോട്ട് വന്നിറങ്ങി. രാമേശ്വരത്തിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ ഒരു സത്രമുണ്ട് ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത്. ആ സത്രത്തിൽ താമസിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. അവിടെ പോയപ്പോൾ സത്രക്കാരൻ പറഞ്ഞു, ഇവിടെ വന്ന് ഇപ്പം താമസിക്കാൻ പറ്റത്തില്ല, ഇവിടെ ഇന്ന് കളക്ടർ വരികയാണ്, അതുകൊണ്ട് ഇവിടെ ആളുകളെ പരദേശികളെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ റോഡിന്റെ വരാന്തയിൽ നിൽക്കുകയാണ്, റോഡ് സൈഡിലെ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, യേശപ്പന് പിറക്കാനായിട്ട് ഒരു ഒരു സത്രം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടാതിരിക്കുന്നതിൽ വലിയ കാര്യം കിടയാതെ എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു അമ്മ എന്ന് പറഞ്ഞു, നമുക്ക് ഇച്ചിരി അങ്ങോട്ട് പോയാൽ അവിടെ ഒരു സത്രമുണ്ട്, അവിടെ പോയാൽ നിങ്ങൾക്ക് 3 ദിവസത്തേക്ക് താമസിക്കാമെന്ന് പറഞ്ഞു. അതോടെ ഞങ്ങൾ സാധനങ്ങൾ അമ്മയും കൂടി ചേർന്ന് എല്ലാം എടുത്തുകൊണ്ട് അവിടെ പോയപ്പോൾ ഒരു പ്രായമുള്ള ഒരു അപ്പനായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന്. ഒരു ചെറിയ 10-ന് 10 ഉള്ള ഒരു റൂമിനകത്ത് 3 ദിവസം താമസിച്ചോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ച് എൻ്റെ മകളും ഞാനും അകത്ത് കിടക്കും. അത്ര സ്ഥലമേ ഉള്ളൂ. ഒരു വലിയ വരാന്ത. ആ വരാന്തയിൽ എൻ്റെ ഭർത്താവും 2 ആൺമക്കളും ആ വരാന്തയിൽ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് വാസൽ കാവൽക്കാരന് കാത്തുകൊണ്ട് അവിടെ കിടക്കും. ഇങ്ങനെ ഞങ്ങൾ ഓരോ ദിവസം കഴിഞ്ഞു. വീടുകളെ തിരക്കി, വീട് കിട്ടിയില്ല. എന്തെങ്കിലും കിട്ടുന്നത് അവിടെ കൊണ്ടുവന്ന് വേവിച്ച് ഞങ്ങൾ കഴിക്കും. അതും കടക്കരയിൽ പോകുമ്പോൾ മീനുകൾ, നിങ്ങൾക്ക് മീൻ വേണോ കറി വെക്കാമെന്ന് ചോദിച്ചാൽ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തോണ്ട് ഇഷ്ടം പോലെ എടുത്തോണ്ട് പോകുന്നു. അത് കുറെ എടുത്തോണ്ട് വരും. എടുത്തോണ്ട് വന്ന് കയ്യിലിരിക്കുന്ന പുളിയും ഉപ്പും എല്ലാം ഇട്ട് അതിനെ ഞങ്ങൾ വേവിച്ച്, അതാണ് ഞങ്ങളുടെ ആഹാരം ആ ദിവസങ്ങളിൽ. അങ്ങനെ ഓരോ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മാനേജർ വന്ന് പറഞ്ഞു, എന്താ നിങ്ങൾ ഇത്രയും നാൾ കൂടി ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ശബ്ദം പോട്ട്, ഇല്ല ഞങ്ങൾ ഒരു വീട് തേടിക്കൊണ്ടിരിക്കുകയാണെന്ന്, നിങ്ങൾ ശീഘ്രമായിട്ട് വീട് തേടി പോകണം, ഇവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ വീട് തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഉച്ച സമയങ്ങളിലെല്ലാം പോയി ഗ്രാമങ്ങളിൽ ഞങ്ങൾ പാട്ടുപാടി യേശുവിനെ പറ്റി പറയുമായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് എനിക്ക് ഗർഭവേദന വന്നു. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇവിടെ ഒരു പ്രൈവസി കിടയാതെ, എല്ലാം പബ്ലിക്. എന്ത് ചെയ്യുമെന്ന് അറിയാം. ഞങ്ങൾ 2 പേരും കൈ പിടിച്ച്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ, പ്രാർത്ഥിച്ച് തീർന്ന ഉടനെ എൻ്റെ ആ ലേബർ പെയിൻ മാറിപ്പോയി. പിന്നെ 14 ദിവസം കഴിഞ്ഞാ തിരിച്ചു വന്നത്. ഹല്ലേലൂയ. അങ്ങനെ വീട് നോക്കാനായിട്ട് വെളിയിൽ ഇറങ്ങി നിന്നതായ കർത്താവിന്റെ ദാസനോട് ഒരു മനുഷ്യൻ പറഞ്ഞു, നിങ്ങളല്ലേ വീട് നോക്കിക്കൊണ്ടിരുന്നത്, ലക്ഷ്മണ തീർത്ഥത്തിൽ ഒരു വീട് കിടക്കുന്നു, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ലീഡറാണ്, അദ്ദേഹം ആശുപത്രി കിടക്കുന്നു, നിങ്ങൾ പോയി അദ്ദേഹത്തെ കണ്ട അയാൾ വീട് തരുമെന്ന് പറഞ്ഞു. നേരെ പോയി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ട്രിപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കിതുപോലെ കഥകളെല്ലാം പറഞ്ഞു, ഞങ്ങളുടെ കഥ ഇങ്ങനെ ഗർഭിണിയായ ഒരു ഭാര്യയുണ്ട്, ഞങ്ങൾക്ക് വീട് വേണം എന്ന്. അദ്ദേഹം ഒന്നും പറയാനായിട്ട് അദ്ദേഹത്തിന് കഴിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ആ ട്രിപ്പ് ഓടുന്നതായ അവസ്ഥയിൽ പപ്പ പ്രാർത്ഥിച്ചിട്ട് വന്നു, കർത്താവെ ഇദ്ദേഹത്തിന് സുഖം കൊടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് വീട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം പോയി നോക്കുമ്പോൾ അദ്ദേഹം ബെഡിൽ എഴുന്നേറ്റിരിക്കുകയാണ്. അത്ഭുത സൗഖ്യം. അപ്പോ ആരോ പറഞ്ഞു, ഇവിടെ വന്ന് ഒരു ഫാദർ വന്ന് മന്ത്രിച്ചിട്ട് പോയിരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് സുഖായ എന്ന് പറഞ്ഞു. ഉടനെ പപ്പ പോയ ഉടനെ കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് വീട് ലക്ഷ്മണ തീർത്ഥത്തിൽ ഒരു വീടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത വീട്ടിൽ അതിന്റെ കീ കൊണ്ട് വാങ്ങി തുറന്ന് അകത്ത് കയറിക്കൊള്ളാം. അകത്ത് കയറിയതിന് ശേഷമാ എനിക്ക് വന്ന് ലേബർ പെയിൻ ആയത്. ആ വീട്ടിന്റെ അവസ്ഥ 1904 ഒരു വീട്, വർഷങ്ങളായി. അതുകൊണ്ട് ഒരു ഓട്ട് വീടാണ്. എല്ലായിടത്തിലും ഹോളുകൾ കിടക്കും. അവിടെ എല്ലാം ഈ നട്ടുക്കാലി എന്ന് പറയുന്നത് തേളുണ്ടാവും.
അതുപോലെ ഇദ്ദേഹം ഒരു മീൻ പിടിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വലയെല്ലാം കൊണ്ടിട്ടിരിക്കുന്ന ഇടത്തില് പാമ്പ്, ഈ പാമ്പും തേളും ഒരു വീട്ടിലാണ് അവിടെ പോയി താമസിക്കാൻ പോയത്. കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെ കർത്താവ് ഒരു തേളോ ഒരു പാമ്പോ ഞങ്ങൾ ഒന്നും ചെയ്യുവാൻ ഇടയായില്ല. അവിടെ ഞങ്ങൾ 10 വർഷം താമസിക്കുവാൻ ദൈവം ഇടയാക്കി. അവിടെ പോയതിന് ശേഷം ലേബർ പെയിൻ വന്നു. പോയി നേരത്തെ ഞങ്ങൾ ഒരു CSI നേഴ്സിനോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങൾ വന്ന് ഞങ്ങളെ വിളിക്കുമ്പോൾ വന്ന് നിങ്ങൾ ഉദയം ചെയ്യണമെന്ന്. ഞാൻ വരാനെന്ന് പറഞ്ഞിരുന്നു. ഈ സമയത്ത് പോയി വിളിച്ചു. പുള്ളിക്കാരി വന്നു. പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞ്, അയ്യോ ഇത്രയും ക്ഷീണിച്ചിരിക്കുകയാണല്ലോ, ആഹാരം കഴിക്കാതെ എൻ്റെ ശരീരം എല്ലാം ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന ആളിന് വീട്ടിൽ പ്രസവം എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വന്ന് ആശുപത്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. ആശുപത്രിയിൽ മറ്റെല്ലാ പ്രസവത്തിലും വീട്ടിലാണ് പ്രസവിച്ചത്. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. 90 വയസ്സായ സാറയ്ക്ക് ദൈവം വിടുതല കൊടുത്തെങ്കിൽ എനിക്കും കർത്താവ് തരുമെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട ഉടനെ ഈ നേഴ്സ് അങ്ങോട്ട് വെളിയിൽ ഇറങ്ങി, ഞാൻ ഗവൺമെന്റ് നേഴ്സാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി. പപ്പ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും പ്രാർത്ഥിച്ചു, ഇങ്ങനെ കർത്താവ് എനിക്ക് ആയുസ് തരുവാണെങ്കിൽ അങ്ങയുടെ വേല ഞാൻ ചെയ്യും. ഇല്ല, എൻ്റെ ആയുസിനെ നീ എടുക്കുന്നുവെങ്കിൽ പരിശുദ്ധമാക്കി എന്നെ എടുക്കണം. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ വായുടെ അന്യഭാഷകളെ തന്ന് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അന്യഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലേബർ പെയിൻ ഇല്ലാതെ എൻ്റെ കർത്താവ് കുഞ്ഞ് വെളിയിൽ വരുവാൻ ദൈവയുടെ. ഹല്ലേലൂയ. ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പോയ നേഴ്സ് തിരിച്ചു വന്നു നോക്കിയപ്പോൾ അമ്മയും കുഞ്ഞുമായിട്ട് കിടക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി ചെയ്ത് കുഞ്ഞിനെ കഴുകി കർത്താവിന്റെ ദാസന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇറങ്ങി. അവർക്ക് പോകുമ്പോൾ ഒരു 5 രൂപ കയ്യിലെടുത്ത് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ആ ദിവസങ്ങൾ. എന്നാൽ ദൈവം എനിക്ക് അന്യഭാഷ നിർത്തുവാൻ കഴിയുന്നില്ല, പ്രാർത്ഥന നിർത്തുവാൻ കഴിയുന്നില്ല. ഇങ്ങനെ എൻ്റെ ശരീരം എല്ലാം ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അമ്മ വിചാരിച്ചു, ഇത് എന്തോ വെട്ടുവിറയല്, ഏതോ ജന്നി വന്ന് ഇങ്ങനെ ഇതാകുന്നു, അതുകൊണ്ട് നമുക്ക് വേഗമാ പോവാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഓടിപ്പോയി. ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് ഒരു പോലീസുകാരനാണ്. അദ്ദേഹത്തോട് പറഞ്ഞ്, ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെയും കണ്ടതില്ല, ഇദ്ദേഹം ഈ സഹോദരിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ പുള്ളിക്കാരന് ഒരു ആശ്ചര്യമായി. പുള്ളിക്കാരൻ രാവിലെ തൊട്ട് പപ്പയുടെ അടുത്ത് വരും. രാവിലെ വന്ന് കുറച്ചു നേരം സുവിശേഷം എല്ലാം കേട്ടതിന് ശേഷമേ പുള്ളി ജോലിക്ക് പോകത്തുള്ളൂ. അങ്ങനെ ഒരാഴ്ച സുവിശേഷം കേട്ടു. പുള്ളി തീരുമാനമെടുത്ത് സ്നാനം എടുക്കണമെന്ന്. പുള്ളിയെ ഈ രാമേശ്വരം കടലിൽ കൊണ്ടുപോയി സ്നാനം കൊടുത്തു. ഇങ്ങനെ കർത്താവിന്റെ കൃപയാല് എൻ്റെ മരണത്തിന്റെ അവസ്ഥയിൽ ദൈവം ഒരു ജീവിതത്തെ രക്ഷിച്ചു. ഇങ്ങനെ ഓരോരുത്തരെ ആയി കർത്താവ് രക്ഷിക്കുവാൻ തുടങ്ങി. ഗ്രാമമായി ഞങ്ങൾ 1.5 മാസം കഴിഞ്ഞ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് കർത്താവിന്റെ ദാസനോട് കൂടെ കടന്നു പോകാൻ ഇടയായി. കാണുന്നവരെല്ലാം, നിങ്ങളല്ലയോ ഒരു ഗർഭിണിയായി ഇവിടെ കൂടെ നടന്നു, ലോകത്തില് ആ പ്രസവിച്ചതിന്റെ പാട് മാറിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. ആ സമയത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ട് കൊടുക്കാൻ പോയിട്ടുണ്ട് പ്രവർത്തനത്തിന്. 42 ഗ്രാമം ഈ രാമേശ്വരത്തില്. ഈ 42 ഗ്രാമത്തിലും കർത്താവിന്റെ കൃപയാൽ കർത്താവിന്റെ ദാസനും ഞാനും ഞങ്ങളോട് കൂടെ പ്രവർത്തിക്കാൻ വരുന്നതായ മണക്കാലയിൽ നിന്ന് കുറെ ആൾക്കാർ വരും. അതുപോലെ ശാരോനിൽ നിന്ന് കുറെ സഹോദരന്മാർ വരും. അവരെല്ലാം ഞങ്ങളോട് കൂടെ പട്ടിണിയും കഷ്ടവും അനുഭവിച്ചവരാണ്. ആ ദിവസങ്ങളിൽ ഞാൻ പ്രസവിച്ച് ഒരു 10 ദിവസം കൂടെ എനിക്ക് ഒരു നേരം ആഹാരം പ്രോപ്പറായി കഴിക്കാൻ എന്നാൽ സാധ്യമായില്ല. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം കർത്താവിന്റെ കൃപ എന്നോട് കൂടെ ഇരുന്നത് കൊണ്ട് കർത്താവ് എന്നെ ബലപ്പെടുത്തി, കുഞ്ഞുങ്ങളെയും ബലപ്പെടുത്തി. അങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾ കടന്നു പോകും. പ്രസവിച്ച കുഞ്ഞിന് പാല് കൊടുക്കാൻ പാലില്ല. ആ കുഞ്ഞിന് കരയിച്ച വെള്ളത്തെ ചൂടാക്കി അതിനെ ഞങ്ങൾ തണുപ്പിച്ച് ബോട്ടിൽ അടച്ചാണ് പിള്ളേക്ക് കൊടുക്കുന്നത്. ചില സമയത്ത് എന്തെങ്കിലും കാശ് കിട്ടിയ ഒരല്പം പാൽപ്പൊടി വാങ്ങി കലക്കി അവൾക്ക് കൊടുക്കും. എങ്ങനെ ജീവനെ പിടിച്ച് ഇട്ട് അവരെ കാത്തതാണ്. അങ്ങനെ കർത്താവിന്റെ കൃപയാല് ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. എന്നാലും പ്രവർത്തനം നിർത്തിയില്ല. ഓരോ ദിവസവും പ്രവർത്തനത്തിന് കർത്താവിന്റെ ദാസനും പിള്ളേരുമായിട്ട് കടന്നു പോകും. ഞാനും പോകാനുള്ള സമയം വരുമ്പോൾ ഞാൻ കടന്നു പോകും. ഇങ്ങനെ കർത്താവിന്റെ കൃപയാൽ അനേക രോഗികൾ സൗഖ്യമാകി, അനേക ഭൂതബാധിതർ വിടുതലായി. ഇങ്ങനെ സഭ ആരംഭിക്കുവാൻ ആദ്യം സഭയിൽ കൂടിയത് ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും മാത്രമാണ്.
ഞങ്ങൾ സഭാ ആരാധന ആരംഭിച്ചത്. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുവാൻ തുടങ്ങി. കർത്താവ് അനേകരെ രക്ഷിച്ചു. ആ വീട്ടിൽ തന്നെ ഏതാണ്ട് വൈകുന്നേരം 6 മണി വരെ അവിടെ ആരാധന നടന്നുകൊണ്ടേയിരിക്കും. ആ ചോറ് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ആ ചോറ് വൈകുന്നേരം ആകുമ്പോൾ ഒരുമാതിരി കഞ്ഞി വെള്ളം പോലെ തെളിഞ്ഞിരിക്കും. അതിനെ എല്ലാവരും കഴിക്കും. കഴിച്ചിട്ട് ചില സമയത്ത് സ്നാനത്തിന് വേണ്ടി ഞങ്ങൾ ആളുകളെ കൊണ്ടുപോകുന്നത് ആ കടലിലാണ്. കൊണ്ടുപോയി കടലിൽ സ്നാനം കൊടുക്കും. ഇങ്ങനെ ആൾക്കൾ കൂടാൻ തുടങ്ങി. അങ്ങനെ സഭ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ മാറ്റണമെന്നുള്ള ചിന്ത അനേകർക്ക് വന്നു. ഞങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾ ഇരിക്കരുത് എന്ന്. പിന്നീട് ഞങ്ങളെ കർത്താവിന്റെ ഒരു വ്യക്തി ഞങ്ങളെ സഹായിച്ച് ഒരു 20 സെന്റ് സ്ഥലം വാങ്ങാൻ തക്കണ ദൈവം ഇടയാക്കി. അവിടെ ഇരുന്ന നാളെല്ലാം ഞങ്ങൾ വന്ന് ഉപ്പുവെള്ളമാണ് കുടിച്ചത്. ഞങ്ങളുടെ കിണറ്റില് ഉപ്പുവെള്ളമാണ്. അതിനെ തിളപ്പിച്ച് അതിൻ്റെ മേലെ വരുന്ന വെള്ളപ്പാട മാറ്റിയിട്ട് ഞങ്ങൾ അതിനെ കുടിക്കുമായിരുന്നു. കഞ്ഞി വയ്ക്കുമ്പോൾ ചോറെല്ലാം മഞ്ഞ കളറിലിരിക്കും. എന്നാലും കർത്താവിന്റെ കൃപയാലെ യേശുവിന് വേണ്ടി എന്ത് സഹിപ്പാൻ പൊറുപ്പാൻ കർത്താവ് കൃപ നൽകി. യോഹന്നാൻ സുവിശേഷത്തില് പറയുന്നത് പോലെ 12:24 വായിക്കുമ്പോൾ, ഗോതമ്പ് മണി നിലത്ത് വീഴുന്ന ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ആ സമയങ്ങളിൽ കർത്താവിന്റെ കൃപയാല് എന്ത് സൂഴ്നിലയായാലും എൻ്റെ കർത്താവിന് വേണ്ടി മുൻചെല്ലുകയല്ലാതെ വേറെ തീരുമാനിച്ച് തന്നെ ഞങ്ങൾ ഇറങ്ങിയത്. പലപ്പോഴും പല സമയത്ത് പല കഷ്ടങ്ങൾ ഇടറലുകൾ വരുമ്പോൾ ഭർത്താവ് വളരെ യേശുവിനെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ എൻ്റെ കഷ്ടങ്ങളെ കാണുമ്പോൾ കുറച്ചു നാൾ വീട്ടിൽ പോയി നീ നിന്നിട്ട് വന്നാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും, കേരളം ജീവിക്കാൻ പറ്റിയ ഇടം, രാമേശ്വരം യേശുവിന് വേണ്ടി മരിക്കാൻ പറ്റിയ ഇടം. അതുകൊണ്ട് ഇതാണ് നമ്മളെ അയച്ച സ്ഥലം, ഇവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടതെന്ന് ഞാൻ അവർക്ക് പറയുമ്പോൾ അവരുടെ ഹൃദയം വളരെ സന്തോഷപ്പെടും. സാരമില്ല, എൻ്റെ ആ വിശ്വാസവും എൻ്റെ യേശുവിനോടുള്ള സ്നേഹവും എൻ്റെ മേൽ ഇരിക്കുന്നത് നോക്കി എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞ് അവർ സന്തോഷപ്പെടും. എന്നാൽ പലപ്പോഴും അടിയുടെയും മർദ്ദനത്തിൻ്റെയും ഇടയിൽ ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ മൈക്കുകളെ പിടിച്ചു പറിക്കുക, ഞങ്ങളെ ഉപദ്രവിക്കുക, പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഏതാണ്ട് 14 പ്രാവശ്യം എൻ്റെ ഭർത്താവ് അടി വാങ്ങി. 14 പ്രാവശ്യം മരിക്കത്തക്ക വിധത്തിലുള്ള അടി വാങ്ങിയിട്ടുണ്ട്. എന്നാൽ അവിടെ ഒന്നും ദൈവം മരിക്കാൻ ഇടവരുത്താതെ ദൈവം കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ ബേമ്പാർ എന്ന് പറയുന്ന സ്ഥലത്ത് ടീമായി കടന്നുപോയി. ഞങ്ങളുടെ മിഷനറി ചലഞ്ച് എന്നുള്ള ഒരു ബുക്കിൽ അതിൻ്റെ പടം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു പട്ടുപോയതായ ഒരു വേപ്പ് മരവും അതേ പട്ടു പോകാത്ത ഒരു മരവും അടുത്തടുത്ത് മിഷനറി ചലഞ്ചിന്റെ ബാക്ക് പകുതിയിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പ്രവർത്തനത്തിന് പോകുമ്പോൾ അവിടെ സുവിശേഷം അറിയിച്ച് സ്കൂളുകളിൽ ആക്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെർമിഷനോടുകൂടെയാണ് ചെയ്തത്. കേൾക്കുന്നുണ്ടോ? പെർമിഷനോടുകൂടെയാണ് അവിടെ ഞങ്ങൾ പോയത്. എന്നാൽ എൻ്റെ മകൻ, രണ്ടാമത്തെ മകൻ ഇസ്രായേലിനെ ഒരു വേപ്പ് മരത്തില് പിടിച്ചു കെട്ടി വെച്ച് ഭയങ്കരമായി അടിച്ചു. അവന്റെ അടി അവൻ കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ അൺകോൺഷ്യസ് ആയി കീഴെ വീഴുന്നു. അവരെ ആശുപത്രിയിൽ എടുത്തു കൊണ്ടുപോയി. അത്രത്തോളം അടിച്ചു. കർത്താവിന്റെ കൃപയാൽ അവന് ജീവൻ നഷ്ടമായില്ല. അവൻ അടി കൊണ്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് വേറൊരു സഹോദരൻ, നമ്മുടെ മാവേലിക്കരയിലുള്ള ഒരു ബ്രദർ തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തിനും ഞങ്ങളോട് കൂടെ ട്രെയിനിങ്ങിന് വന്ന് അദ്ദേഹത്തെ മൂക്കിൽ അടിച്ച് രക്തമായിട്ട് ഒഴിച്ചു. അപ്പം കർത്താവിന്റെ ദാസനും മൂത്ത മകനും വേറെ ഒരു സ്ഥലത്ത് പോയി പ്രവർത്തിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മകനെ അവിടെ അടിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് പോയി, നിങ്ങൾ സഹായിച്ചില്ല എന്ന അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പോയാൽ ഞങ്ങളെ വിചാരിച്ചു എൻ്റെ മകനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അവിടെ പോയി ആ വേപ്പ് മരത്തിന് മൂട്ടിൽ അടിച്ചുകൊണ്ട് നിൽക്കുന്ന മകനെ ഒന്ന് പിടിച്ചിട്ട് അടിക്കലേ എൻ്റെ മകനെ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ദാസനെ പിടിച്ച് അടിക്കുവാൻ തുടങ്ങി. രണ്ടുപേരെയും അടിച്ചതായ അതേ മരം അടുത്ത ദിവസം പട്ടുപോയി. ദൈവത്തിന്റെ പ്രസന്നം അവിടെ ഇറങ്ങി. ഇപ്പം ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വെളിയിൽ വരുമ്പോൾ പറയുന്നു അവിടെ കുറച്ചുപേരെ ആട്ടിന്റെ തോല് ഉരിക്കുന്നത് പോലെ ഉരിക്കാനായിട്ട് അവർ ട്രൈ ചെയ്യുകയാണെന്ന്.
കർത്താവിന്റെ ദാസൻ അങ്ങോട്ട് രണ്ടുപേരുമായിട്ട് ഓടിപ്പോയി. അവിടെ പോയപ്പോൾ ഒരു 16-17 വയസ്സായ ഒരു കൊച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റീവൻ എന്ന്, അവൻ ഇന്നൊരു പാസ്റ്ററായിരിക്കുന്നു. അവൻ്റെ അമ്മ എന്നോട് കൂടെ ട്രെയിനിങ്ങിനുണ്ടായിരുന്നു. അപ്പൊ ആ പയ്യനെ അവനെ രണ്ട് കൈയിലും 2 പേര് വീതം പിടിച്ചിങ്ങനെ കയ്യെ ഇണിഞ്ഞെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥവ് ഇടിച്ചു തുറന്ന് പപ്പ അകത്ത് കയറി. അയ്യോ ആ കൊച്ചിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചതും പപ്പയുടെ ഷട്ടിൽ പിടിച്ച് അടിക്കാൻ തുടങ്ങി, അടി വയറ്റിൽ ചവിട്ടാൻ തുടങ്ങി. എങ്ങനെയാണ് ഇവിടെ വന്ന് ഈ സുവിശേഷം പറയാൻ വന്നത്? എങ്ങനെ പറയാൻ പറ്റും? ആര് പറഞ്ഞു? അങ്ങനെ പറഞ്ഞ് അടിക്കുവാൻ തുടങ്ങി. കീഴെ വിടുന്നവരെ വെള്ളം കൊടുത്ത് എഴുന്നേപ്പിച്ച് പിന്നെയും അടിക്കുകയാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാഴ്ച. തലേ ദിവസം പോകണം, ടീം കുറുക്ക് പോകണം എന്ന് പറയുമ്പോൾ ഞാനും കൂടെ പോവുകയാണ്. പോകാനിരുന്ന എന്നെ കർത്താവ് പറഞ്ഞു, സരോജം ഈ പ്രാവശ്യം നീ പോകണ്ട, നീ വീട്ടിലിരുന്ന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാനും എന്നോട് കൂടെ ഉള്ളതായ ചില സഹോദരിമാരും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുന്ന നേരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ അവിടെ ഫീൽഡിൽ പോയവരെ കുറിച്ചാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ ഗേറ്റ് തുറന്നു ഇങ്ങനെ 4 പേര് ചേർന്ന് ഒരു ശവപ്പെട്ടിയെ ഉള്ളേ കൊണ്ടുവരുന്നു. രക്തം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥിച്ച് നിർത്തിയിട്ട് ഞാൻ കുളിക്കാനായിട്ട് ഉള്ളേ കയറി. എന്നോട് കൂടെ ഉള്ളതായ ആ സ്റ്റീവന്റെ അമ്മ കാപ്പി ഇടാനായിട്ട് പോയി. ഞാൻ കുളിച്ചുകൊണ്ട് കണ്ണടച്ച് നിൽക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. പെട്ടെന്ന് വെളിയിൽ വന്ന് ആ സഹോദരിയെ വിളിച്ചു, സഹോദരി വെത്സവത്തെ ഓടിവാ, നമ്മൾ പ്രാർത്ഥിക്കാം, ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു, ഇത് ഫീൽഡിൽ എന്തോ നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി പറഞ്ഞ് ഞാൻ കാപ്പി ഇട്ടിട്ട് ഒന്ന് കിടന്നു. അപ്പോൾ ഒരു മയക്കത്തിൽ ഞാൻ കണ്ടു ഒരാളെ അടിക്കുന്നു, അവരെ കൈയെ മുറിക്കുന്നു, ഇതെല്ലാം ഞാനും കണ്ടെന്ന് അവളും പറഞ്ഞു. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സാധാരണ പ്രാർത്ഥനയല്ല, ഒരു യുദ്ധ പ്രാർത്ഥന. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ 200 മൈലിനപ്പുറമുള്ളതായ അവിടെ 25 പേരിലധികം ഇവരെ അടിച്ചുകൊണ്ടിരുന്നവർ ഓരോരുത്തരായിട്ട് അവർ വിട്ടിട്ട് അവർ പോവുകയാണ്. കടച്ചിൽ ഇവർ മാത്രം. ബാക്കിൽ ഒരു കഥ ഉണ്ടായിരുന്നു, അത് തുറന്ന് ഇവരും രക്ഷപ്പെട്ടു വന്നു. ഞങ്ങൾക്കൊരു വാൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ വാന് കൊണ്ടുപോയി നിർത്താനായിട്ട് പോകുമ്പോഴും അവർ കയറ് കെട്ടി പോകാൻ വിടാതെ അതിനെ തടസ്സം ചെയ്തു. വേറെ ഏതോ ഒരു വഴിയിൽ ഡ്രൈവർ വാനും എടുത്തോണ്ട് അവർ വന്ന് വണ്ടി കൊണ്ട് നിർത്തി, ഒരിടത്തിൽ കൊണ്ട് നിർത്തി. ഇവര് പപ്പ വന്ന് ചോദിച്ചു, എങ്ങനെ നമുക്കിനി തുടർന്ന് പ്രവർത്തിക്കണമോ അതോ നമ്മൾ വീട്ടിൽ പോകണമോ എന്ന്. എൻ്റെ 2 കുഞ്ഞുങ്ങൾ മുട്ടുമടക്കി, എൻ്റെ മൂത്ത മക്കൾ 2 പേരും, ഞങ്ങളെ ഇനി കോളേജിൽ അയക്കണ്ട, ഞങ്ങളെ ബൈബിൾ കോളേജിൽ അയച്ചാൽ പോലും ഞങ്ങൾ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വേല ചെയ്യും. മീൻ പിടിച്ചതായ ഒരു സഹോദരൻ അതിലുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഇനി ഞാൻ മീൻ പിടിക്കാൻ പോകത്തില്ല, ഞാനിനി യേശുവിൻ്റെ വേല ചെയ്യും. വേറൊരു സഹോദരൻ ആ വണ്ടി എവിടെ കൊണ്ട് നിർത്തിയോ അവിടെ ഇന്നൊരു സഭ സ്ഥാപിക്കപ്പെട്ട് ആ സഭയിൽ ഇന്ന് ഏതാണ്ട് 500-ലധികം ആത്മാക്കൾ ആ സഭയിലുണ്ട്. അതിൻ്റെ ബ്രാഞ്ച് സഭയാണ് ഈ മീൻ പിടിക്കുന്നതായ മോച്ചോ എന്ന് പറയുന്ന സഹോദരൻ ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സ്ഥലത്താണ് കർത്താവിൻ്റെ വേല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ചർച്ചുകൾ സ്ഥാപിക്കുവാൻ ഇടയായി. അടുത്ത ദിവസം ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അറിഞ്ഞു അവിടെ ആ മരം പട്ടുപോയെന്ന് അറിഞ്ഞ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു. പപ്പ അടി കൊണ്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതായ സമയത്ത് എന്നോട് ചോദിച്ചു, സരോജ ഞാൻ തിരിച്ചവിടെ പോകാൻ പോവുകയാണ്, നീ എങ്ങനെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ അവിടെ പോയപ്പോൾ ആ പട്ട മരത്തെ കണ്ട് അതിനുടെ ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ട് കർത്താവിൻ്റെ കൃപയാൽ അവിടെ 11 പേരെ ഞങ്ങളോട് കൂടെ വന്ന ഞങ്ങളുടെ 4ാമത്തെ മകൾ, ഇവിടെ പറഞ്ഞതായ മകൾ മേരി ക്രിസ്റ്റീനാളെയും കൊണ്ട് ഞങ്ങൾ പോയിരുന്നു. അവളെ അവിടെ സ്നാനം കൊടുക്കുവാൻ ഏത് കടലിൽ ഇവരെ തൊലി ഉരിച്ച് കടലിൽ ഇടണമെന്ന് പറഞ്ഞുവോ അതേ ഇടത്തില് കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ മകളോടൊപ്പം 11 പേരെ സ്നാനം കൊടുക്കുവാനിടയായി. ദൈവം അങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങളെ കർത്താവ് ചെയ്ത് രാമേശ്വരത്തിലും സഭ സ്ഥാപിക്കുവാൻ ഇവിടെ ഒരു 20 സെന്റ് സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചത് ഒരു ദൈവാസൻ ഞങ്ങൾക്ക് സഹായിച്ചതാണ്. ഇവിടെ ഒരു വീട് കെട്ടുവാൻ വേറെ ചില ആളുകൾ സഹായിച്ചു.
വീട് കെട്ടി ഒരു വലിയ ഹോള് ഞങ്ങൾ ഇട്ടു. അതിനകത്ത് ആരാധിക്കാമെന്ന് വിചാരിച്ചു. അത് ആരാധിക്കുമെന്ന് അറിഞ്ഞ് അതിൻ്റെ ബ്ലൂ പ്രിന്റ് കൊണ്ടുപോയി കൊടുത്ത ഉടനെ ഞങ്ങൾക്ക് വിരോധമായി ജനങ്ങൾ കടന്നു വന്നു. ജനങ്ങൾ കടന്നു വന്ന് ഞങ്ങൾക്ക് ഉപദ്രവിക്കുവാൻ തുടങ്ങി. പോലീസുകാർ വന്നു, കേസായി, വഴക്കായി. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അകറ്റിക്കളയണമെന്ന് അവർ ശ്രമിച്ചു. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ അകറ്റിക്കളയുവാൻ സാധിക്കാതെ പഠിക്ക് കർത്താവ് ഞങ്ങളുടെ കാത്തു സൂക്ഷിച്ചു. ഒരു കേസായപ്പോൾ ആ കേസിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് തന്നെ വിധിയായി. 1.5 വർഷം കേസ് പറയേണ്ടിയായിട്ട് വന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്കത് വിധിയായി. ഞങ്ങളെ മറ്റുള്ളവർ വന്ന് സഹായിക്കാൻ, ഉപദ്രവിക്കാൻ വന്നവർ പോലീസുകാരെല്ലാം പിന്നെ ഞങ്ങൾക്ക് സഹായികളായി മാറി. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ആ സഹായികളായി മാറിയിട്ട് ഞങ്ങൾ 10 മാസം കൊണ്ട് ഞങ്ങൾക്ക് ഈ വീട് കെട്ടുവാൻ തക്കണം ഇടയായി. 10 മാസം കൊണ്ട് വീട് കെട്ടി താമസിക്കുവാൻ തക്കണം ഇടയായി. അതിനുശേഷം ഈ വീട്ടിൽ ഒരു ആരാധന ഞങ്ങൾ ആരംഭിച്ചു. ആ ആരാധനയുടെ നടുവിൽ കർത്താവിൻ്റെ കൃപയാൽ ആത്മാക്കൾ ഇങ്ങനെ കടന്നു വരുവാൻ തക്കണം ഇടയായി. ആത്മാക്കൾ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ ഈ പ്രദേശത്തിരുന്ന ജനങ്ങളെല്ലാം ഞങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുവാൻ ഇടയായി. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം ഞങ്ങൾക്ക് വന്നാലും, എന്തായാലും ക്രിസ്തുവിന് വേണ്ടി ഒന്നുകിൽ ജീവൻ ഇല്ലാത്ത മരണം, ഈ ഒരു തീരുമാനം ഞങ്ങൾക്ക് ഇരുന്നത് കൊണ്ട് ആർക്കും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതേ ഗ്രാമത്തില് ആ ഗ്രാമത്തിലുള്ളവർക്ക് വേണ്ടി 100 ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്ന് അവർക്ക് സുഖമായിട്ടുണ്ട്. പലരും അതിൽ വിശ്വാസികളായിട്ട് ഈ ഗ്രാമത്തിൽ ഇരിക്കുന്നു. 42 ഗ്രാമത്തിൽ നിന്നും ഇന്ന് ആൾക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ കൃപയാൽ. എല്ലാ ഇടത്തിലും ഞങ്ങൾ ഇങ്ങനെ ഹാൻഡ് മൈക്ക് വെച്ച് പ്രസംഗം പണു. അതിലെ സഹോദരന്മാർ ഒരു സൈഡിൽ പാസ്റ്ററോട് കൂടെ ചേർന്ന് പോകും, ഞാൻ സഹോദരിമാരോട് കൂടെ ചേർന്ന് ഇനി ഒരു പകുതിയിൽ പോകും. ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പരസ്യവും നടത്തി, 8 ഇടത്ത് പരസ്യവും നടത്തി. 8ാമത്തെ ഇടത്തിൽ പരസ്യവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുതിര വണ്ടിക്കാരൻ വന്ന്, ഇവിടെ പ്രസംഗിക്കരുത്, പ്രസംഗിച്ച ഞാൻ ഇവിടെ വിട്ടുവയ്ക്കത്തില്ല എന്ന് പറഞ്ഞ് കുതിരയെ കൊണ്ടുവന്ന് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഇടിക്കുവാൻ തുടങ്ങി. ഇടിച്ചു കേട്ട് ഞാൻ നിർത്തിയില്ല. പിന്നെ ഈ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. അപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 70 പേരിലധികം, ഹിന്ദുക്കളുടെ ഇടയിൽ 70 പേരെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ ഒരു സംഖ്യയാണ്. 70 പേരിലധികം കേട്ടുകൊണ്ടിരുന്നു. അയാൾ പറഞ്ഞു, ഇനി ഇവിടെ പ്രസംഗിക്കുകയാണെങ്കിൽ തലയെ വെട്ടി എടുത്ത് കളയുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തലയെ വെട്ടി എടുക്കണ കണ്ണ് തുറന്നിരുന്ന ഇയാൾ കത്തി കൊണ്ടുവരുമ്പോൾ നമ്മൾ പേടിച്ചോടുമല്ലോ. അതുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഇവിടെ കേട്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. പ്രസംഗം ചെയ്യാനുള്ള വാക്കുകളെല്ലാം പ്രാർത്ഥനയിലൂടെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് തീർന്നു. അദ്ദേഹം നേരമേ ഈ കുതിരയെ കൊണ്ടുവച്ച് ഇടിച്ച ഉടനെ 2 കൈ കൊണ്ട് എൻ്റെ പുയത്തിൽ ഇങ്ങനെ താഴ്ത്തി ഒരു മർമ്മസ്ഥാനത്തിൽ വെച്ച് അവരിങ്ങനെ കുത്തി. അത് നിമിത്തം എൻ്റെ ഈ കൈകൾ അനക്കാൻ കഴിയാത്ത ഒരു നിലമ പിന്നീട് അടുത്ത ദിവസം ഉണ്ടായി. എന്നാൽ അദ്ദേഹം ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആ മനുഷ്യനെ കാണാനില്ല. അയാൾ എങ്ങോട്ടോ ഓടിപ്പോയി കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് തിരിച്ച് 3 പരസ്യവും കൂടെ പിന്നീട് നടത്തിയിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് കടന്നു വന്നത്. വീട്ടിൽ കടന്നു വന്നു. എൻ്റെ പല്ലുകൾക്ക് അത് ഷേക്കിംഗ് ആയി. എൻ്റെ ഭുജത്തിലെ കൈയെടുത്ത് ഒരു കർച്ചിപ്പൂടെ കഴുകാൻ കഴിയാത്ത ഒരു നിലയായി. ഒരു 2 ദിവസത്തിന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പ്രവാചകനായ ഒരു ദൈവാസൻ വന്നു. പ്രാർത്ഥനയ്ക്കിരുന്ന് എനിക്ക് കൈ അനക്കാൻ വയ്യ. ഞാൻ വിചാരിച്ച് ചാകുന്നെങ്കിൽ ചത്തോണ്ട് പോയിട്ട് കൈയടിച്ച് പാട്ട് പാടണമെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ശക്തമായി അടിച്ച് പാട്ട് പാടിക്കൊണ്ടിരുന്നത് എൻ്റെ കൈക്ക് നല്ല ഫലനായി. പിന്നെ ഞാൻ ഒരു പരീക്ഷിച്ച് നോക്കാനായിട്ട് കുറച്ച് തുണി കൊണ്ടുപോയി കഴുകിയപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. കൈ ഉയർത്താനും താഴ്ത്താനും ഏതൊരു കുഴപ്പവും ഇല്ലാതെ വണ്ണം കർത്താവ് വഴി നടത്തി കാത്തു. അതുമാത്രമല്ല, അതിൻ്റെ അടുത്ത ആഴ്ചയിൽ പല്ലിങ്ങനെ ആടുക മാത്രമല്ല, അത് നീളാൻ തുടങ്ങി. പിന്നെ ഈ പല്ലുകളെല്ലാം ഫ്രണ്ടിലുള്ള ഏതാണ്ട് മേലെ ഉള്ളത് 4 പല്ല് പോകെ ബാക്കി എല്ലാத்தைയും ഊരിയെടുത്തു.
ഊരിയെടുത്തിട്ട് താഴെ 4 പല്ല് മാത്രം ഊരിയെടുത്ത് ബാക്കിയെല്ലാ പല്ലുകളുണ്ട്. അങ്ങനെ വേറെ പ്ലാസ്റ്റിക് പല്ലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ആ പ്ലാസ്റ്റിക് പല്ല് വെച്ചാണ് ഇപ്പൊ ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് ചോദിച്ചാ, എത്രയോ പേര് ആക്സിഡന്റില് പല്ല് പോയി, ചുവരിൽ തട്ടി പല്ല് പോയി, അങ്ങനെ പല്ല് പുഴു നിന്ന് അത് വലിച്ചെടുത്തിട്ട് വേറെ പല്ല്. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ളത് എൻ്റെ യേശുവിന് വേണ്ടി പല്ല് പോയിട്ട് പുതിയ പല്ല് വെക്കാൻ ആരും ഉടനെ കണ്ടുപിടിക്കത്തില്ല. ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ പല്ല് പോലെ തന്നെ ഇരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ എല്ലാവരെ പോലെയും ഞാൻ പല്ല് തേക്കാൻ പറ്റത്തില്ല. ഒരു 2 ബ്രഷ് വേണം എനിക്ക്, 2 പേസ്റ്റ് വേണം. അങ്ങനെ അത് കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. യേശുവിന് വേണ്ടി അത് സഹിക്കാൻ കർത്താവ് കൃപ തന്നു. ഞാനിങ്ങനെ സഹോദരിമാരെയും കൂട്ടിക്കൊണ്ട് ഓരോ ഗ്രാമങ്ങളിൽ നടക്കും. കർത്താവിന്റെ ദാസൻ സഹോദരന്മാരെയും കൂട്ടിക്കൊണ്ട് എല്ലായിടങ്ങളിലും പോകും. രാമേശ്വരത്ത് മാത്രമല്ല, മറ്റിടങ്ങളിലും കേരളത്തിലും തമിഴ്നാട്ടിന്റെ പല ഭാഗങ്ങളിലും ആന്ധ്രയിലും പലയിടത്തിലും ഞങ്ങൾ ഒരുമിച്ച് പോകും. മറ്റിടങ്ങളിലെല്ലാം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാക്കൾ ഇങ്ങനെ സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അനേകം രക്ഷിക്കപ്പെട്ടു. ഇനി സഭ ഞങ്ങൾക്ക് വേണം. ഇതിനകത്ത് നടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോർട്ടിൽ ഞങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ചു. ഇത് വീടാണ്, വീട്ടിൽ ആരാധന നടത്തുവാൻ പാടില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ കൃപയാല് 2 ഏക്കർ സ്ഥലം വാങ്ങുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലെയായി 2 ഏക്കർ സ്ഥലം കർത്താവ് തന്നു. അവിടെ ഞങ്ങൾ ഒരു ഷെഡ് ഇട്ട് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. 70 അടി നീളത്തിലുള്ള ഒരു ഷെഡാണ് അവിടെ ഇട്ടത്. ആ ഷെഡിൽ ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. ക്രിസ്തവ വിരോധികൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? രാത്രി പെട്രോൾ കൊണ്ടുവന്ന് അവിടെ ഒരാള് 15 ദിവസം, ഒരാൾ 21 ദിവസം ഉപവാസത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് ഈ ഒരു ായപ്പോൾ പ്രാർത്ഥിച്ച് സുഖമായി. അയാൾ പിന്നെ വീട്ടിൽ പോയില്ല. പിന്നെ ഇവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ അർപ്പണം ചെയ്തിരിക്കുകയാണ്. ഈ 3 പേരും തങ്ങിയിരിക്കുമ്പോൾ ഈ 70 അടി നീളമുള്ളതായ ഈ കൂര വീട് എന്ന് പറഞ്ഞ ഓല കൊണ്ടുണ്ടാക്കിയ വീട്, ആ പ്രയർ ഷെഡ് അവൻ പെട്രോൾ ഒഴിച്ച് അങ്ങ് ചുട്ടുകളഞ്ഞു. ആ സമയത്താണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു കുറേ ബെഞ്ചുകളും ഡെസ്കുകളും വാങ്ങി. ഞങ്ങൾക്ക് വിശ്വാസികളെ മാത്രമല്ല, കർത്താവിന്റെ വേല ചെയ്യുന്ന ശുശ്രൂഷകരെ ട്രെയിനിങ് ചെയ്ത് അയക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കർത്താവിന്റെ ദാസന്റെ ആഗ്രഹം, എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്ത് അവർ ക്ലാസ് നടത്തുവാൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടിരുന്ന ഏതാണ്ട് 35,000, അന്നയ്ക്ക് 35,000 രൂപയ്ക്കുള്ള എല്ലാ ബെഞ്ചും ഡെസ്കും എല്ലാം ചുട്ടരിച്ച് കളഞ്ഞു. അപ്പൊ ഈ ഷെഡും എരിയാൻ തുടങ്ങി. ഷെഡ് എരിയുമ്പോൾ ഈ പനഞ്ചട്ടം എന്ന് പറയും, അത് മാത്രം എരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ആൾക്കൾ വന്ന് പറയുകയാണ്, ബത്തേൽ എരിയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങ് വന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് അവിടെ പോയി നോക്കിയപ്പോൾ എല്ലാം എരിഞ്ഞു. തീ അണയ്ക്കാൻ വന്ന വണ്ടിയില് വെള്ളമില്ലാതെ പോയി. പിന്നെ വെള്ളം അടയ്ക്കാൻ അയാൾ പോയിട്ട് വന്നപ്പോൾ ഇവിടെ എല്ലാം എരിഞ്ഞ് ചാമ്പലായിപ്പോയി. ഞങ്ങളുടെ മിഷനറി ചലഞ്ച് ബുക്കിൽ അതിൻ്റെ പടം ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഇങ്ങനെ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നല്ലോ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. കർത്താവ് പറഞ്ഞു, ഇത് തീയിനാൽ ചുട്ടരിക്കக்கூடிയതായ ഈ ഇടത്തെ അവർ ചുട്ടരിച്ചു. ഇതുപോലെ ചുട്ടരിക്കുവാൻ കഴിയാത്ത ഒരു ബിൽഡിംഗ് ഞാൻ തരും. ദൈവം സംസാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവം സർവശക്തനാണ്, സർവവ്യാപ്തിയാണ്. പല ഉപദ്രവങ്ങൾ ചെയ്ത് പിന്നെയും ഞങ്ങളുടെ സഹോദരന്മാർ പോകുന്നിടത്ത് അവരെ ട്രാക്ട് കൊടുക്കുന്നിടത്തിൽ അവരെ പിടിച്ച് പോലീസിൽ കൊടുക്കുക, അവരെ റെയിൽവേ സ്റ്റേഷൻ പോലീസിൽ അടച്ചിടുക. ആ സമയത്തെല്ലാം പാസ്റ്റർ എൻ്റെ ഭർത്താവ് വെളിയിടങ്ങളിൽ കേരളത്തിലോ മറ്റിടത്തിലോ വർക്കിന് പോകും. ഞാൻ കാലയിൽ പോയി ഇതൊക്കെ ഇട്ടിട്ട് അവരെ പോയി റിലീസ് ചെയ്ത് കൊണ്ടുവരും. പിന്നെയും ഇതുപോലെ അടിക്കും. അങ്ങനെ കൂടെ ഉള്ളവർക്കും അടി, ഞങ്ങൾക്കും അടി. അങ്ങനെ പലവിധ ഉപദ്രവങ്ങളുടെ നടുവില് ആത്മാക്കൾ തീയിൽ നിന്ന് കുരുത്തു വരുന്ന ഓരോ ജീവിതങ്ങളായി കർത്താവ് ഞങ്ങൾക്ക് തന്നു. അവരെ ഓരോരുത്തരെയും ആരെയും ഞങ്ങൾ വിശ്വാസിയായി വെച്ചുകൊണ്ടിരിക്കാതെ ഓരോരുത്തർക്കും ട്രെയിനിങ് കൊടുത്ത് ഇന്ന് കർത്താവിന്റെ കൃപയാൽ തമിഴ്നാട്ടില് ഇന്ന് ഏതാണ്ട് 100ഓളം സഭയുണ്ട്, ബ്രാഞ്ച് സഭ. അതിലെ ഏതാണ്ട് പാതിയോളം ആളുകൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ വിശ്വാസികളാണ്. അവരെ ഞങ്ങൾ ട്രെയിൻ ചെയ്ത് അവരെ ഞങ്ങൾ ഓരോ സഭകൾ നടത്തുവാൻ തക്ക ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവിന്റെ കൃപയാൽ ഇന്ന് ഏതാണ്ട് ഇന്ത്യയില് മൊത്തം ഏതാണ്ട് 150-ലധികം സഭകളുണ്ട്. കേരളത്തെ ഉൾപ്പെടുത്തി 150-ലധികം ബ്രാഞ്ച് സഭകളുണ്ട്.
ഏതാണ്ട് 15,000 സഹോദരി സഹോദരന്മാരെ ട്രെയിനിങ് ചെയ്ത് അയക്കുവാൻ ദൈവം കൃപ ചെയ്തു. അത് ഞങ്ങളുടെ മിടുക്കല്ല, കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ, ദൈവസ്നേഹം ഞങ്ങളുടെ മേൽ ഉദിച്ചതിനാല് ആ ദൈവസ്നേഹത്താൽ ഇവരെ ഞങ്ങൾ ട്രെയിനിങ് ചെയ്ത് അയക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് ഏത് രാജ്യത്തിൽ പോയാലും ഏത് ഇടത്തിൽ പോയാലും അവിടെ ഒരാളെങ്കിലും ഉണ്ടാകും. ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേരത്താണ് ശ്രീലങ്കയിൽ ഭയങ്കരമായ യുദ്ധം നടക്കുന്നത്. ശ്രീലങ്കയിൽ യുദ്ധം നടക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കൂട്ടം അഗതികളായിട്ടുള്ള മക്കൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു. ആ സമയത്തെല്ലാം ഞങ്ങൾക്ക് വളരെ കഷ്ടം, ബുദ്ധിമുട്ട്, ഒന്നും കഴിക്കാനില്ലാത്ത നേരമാണ്. ഏതാണ്ട് 10 വർഷം അവിടെ ലക്ഷ്മണ തീർത്ഥത്തിൽ ഇരിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരം പ്രോപ്പറാ കഴിക്കാതെ 1.5 വർഷം ജീവിച്ചു. 3 നേരം ആഹാരം പ്രോപ്പറാ കഴിക്കാതെ 10 വർഷം അവിടെ ജീവിച്ചു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് ബത്തേൽ ഹൗസിലേക്ക് കടന്നു വന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഉപ്പുവെള്ളത്തിന് പകരം നല്ല വെള്ളം, 3 നേരം ആഹാരം. അവിടെ ഇരിക്കുമ്പോൾ പപ്പ ഉപവാസമായിട്ട് ഇരിക്കും. ഉപവാസം തീർന്നു കഴിയുമ്പോൾ പിന്നെ പട്ടിണി. കർത്താവിന്റെ കൃപയാൽ 2 പ്രാവശ്യം 41 നാള് അവർ ഉപവാസമായിരുന്നു. കൃപയാൽ എനിക്കും 1 പ്രാവശ്യം ഉപവാസം ഇരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഞങ്ങളുടെ ചർച്ചിൽ 21 നാള് എല്ലാ വർഷവും നവംബറിൽ നടത്തും. ഇപ്പോൾ ഇന്നാണ് പ്രയർ തീർന്നത്. ഇതുപോലെ എല്ലാ ഫാസ്റ്റിംഗ് പ്രയർ 21 നാളും ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയും ഉപവാസവും പ്രവർത്തനവും ആണ് ദൈവം ഇവിടെ ഈ വേലയെ കർത്താവ് ഇത്രത്തോളം സഹായിച്ചതെന്ന് ഞങ്ങൾക്ക് നല്ല പറയുവാൻ കഴിയും. ഇത് ആരുടെ മിടുക്കുമല്ല, കഴിവുമല്ല, പണവുമല്ല, ഒന്നുമല്ല, സർവശക്തനായ ദൈവത്തിന്റെ കരം മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അഗതികൾ കടന്നു വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ ആഹാരമില്ലല്ലോ എന്ന് വിഷമിച്ച് കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് 1 മാസം വാങ്ങാനുള്ളതായ അരി വാങ്ങാനുള്ള ആ കാശ് എടുത്തുകൊണ്ട് പോയി കർത്താവിന്റെ ദാസനും ഞാനും കുഞ്ഞുങ്ങളുമാകെ ഒരു ഓട്ടോ പിടിച്ച് പോയി കുറെ ബ്രെഡ്, കുറെ വാഴപ്പഴം ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയി അവിടെ കൊടുക്കും. അയ്യോ, അതിനു വേണ്ടി അടി വെച്ച് വാങ്ങാൻ വന്ന് തിരക്ക് കൂടുന്ന ആളുകളെ കണ്ട താങ്ങാൻ പറ്റത്തില്ല. അവരെ കൊണ്ടുപോയി അഗതി ക്യാമ്പുകളിലെല്ലാം സ്ഥാപിച്ചു. ഇവർക്ക് ആഹാരം കൊടുക്കണമേ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. ഏതാണ്ട് കർത്താവിന്റെ കൃപയാൽ 84 നിന്ന് പല വർഷക്കാലം ഞങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുവാൻ തക്കണം ദൈവം പല വഴികളെ ഞങ്ങൾക്ക് തുറന്നു തന്നു. ഉപ്പുമാവും ടീയും അവർക്ക് വന്നിറങ്ങുമ്പോൾ കടക്കരയിൽ വരുമ്പോൾ അവർക്ക് ഞങ്ങൾ കൊടുക്കും. അവര് ശ്രീലങ്കയിൽ ഇരിക്കുമ്പോൾ പല നാൾ കാടുകളിലെല്ലാം നടന്ന്, ഗർഭിണിമാർ കാടുകളിലെല്ലാം നടന്ന് വളരെ പ്രയാസപ്പെട്ടാണ് അവർ ജീവിച്ചത്. ആ സമയത്ത് ആ വള്ളത്തിലേക്ക് ബോട്ടിൽ കയറുമ്പോഴാണ് ചില സ്ത്രീകൾ പ്രസവിക്കുന്നത്. അങ്ങനെ പ്രസവിച്ച കുഞ്ഞുങ്ങളുമായിട്ടാണ് വന്നിറങ്ങുന്നത്. ഇങ്ങനെ അനേക അഗതി ക്യാമ്പുകൾ പലയിടത്തിലുമുണ്ട്. ഇവിടെയെല്ലാം അവർക്ക് പായി, കുടം, അവർക്ക് ഡ്രസ്സ്, അവർക്ക് ആഹാരം കൊടുക്കാൻ അന്നത്തെ ഗവൺമെന്റിന്റെ പെർമിഷനോട് അനേകരുടെ ഉദവിയോടുകൂടെ സഹായത്തോടുകൂടെ ഞങ്ങൾക്ക് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അതിനിമിത്തം ഇന്ന് ഓരോ ക്യാമ്പിലും ഓരോ സഭകൾ കർത്താവ് എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷം. എല്ലായിടത്തിലും ബൈബിൾ കൊടുക്കുവാൻ ദൈവം ഇടയാക്കി. എല്ലാ മക്കളും അവരെ തന്നെ ഞങ്ങൾ ട്രെയിനിങ് ചെയ്ത് ഇവിടെയും പാസ്റ്റർമാരായിരിക്കുന്നു. ഇവിടെ നിന്ന് പോയവരിന്ന് ശ്രീലങ്കയിലും പലരും പാസ്റ്റർമാരാണ്. അവിടെ പല സഭകളും അവര് ഉണ്ടാക്കി അവരവിടെ ഇന്ന് പാസ്റ്ററായി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കർത്താവിന്റെ കൃപയാല് പല ദേശങ്ങളിലും കർത്താവിന്റെ വേല ചെയ്യുവാൻ വെക്കണം ദൈവം ഇടയാക്കി. അങ്ങനെ ഓരോ ദിവസം കടന്നു പോകുമ്പോഴാണ് ഞങ്ങൾക്ക് കർത്താവിന്റെ വേല ചെയ്യണം. എങ്ങനെയെങ്കിലും കർത്താവിന്റെ ദാസൻ ഒരു സൈഡ് പോയാൽ ഞാൻ വേറൊരു സൈഡില് സഹോദരികളുമായിട്ട് പോകും. ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ ഞാൻ പോയി ഒരു ബുധനാഴ്ച ഒരു വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കും. വീടുകളിൽ പ്രാർത്ഥന വയ്ക്കും. രാത്രി പകലെന്നില്ലാതെ ഹാർഡ് വർക്ക് ചെയ്ത് ആ ദിവസങ്ങൾ വീട്ടിൽ പോയി ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദേശത്തിലുള്ളവർക്ക് വളരെ പ്രയാസം. ഇവർ വന്നിങ്ങനെ മീറ്റിംഗ് നടത്തുന്നല്ലോ, ഇവരെ ഈ മീറ്റിംഗ് നടത്താതെ വണ്ണം എങ്ങനെയെങ്കിലും നിർത്തണം എന്ന് ചിന്തിച്ച് ഞങ്ങളെ മീറ്റിങ്ങിൽ നിന്ന്
അകറ്റുവാൻ തക്കണം നല്ല ശ്രമിച്ചു. അതിൽ 2 സഹോദരിമാർ ചേർന്ന് ഈ മീറ്റിംഗ് നടത്തിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ കൊടുക്കണം എന്നുള്ള ചിന്തയോടുകൂടെ അവർ ജീവിച്ചു. അവര് ചൊവ്വാഴ്ച റൈറ്റ് ഒരു ബക്കറ്റ് എടുത്ത് ചാണം എടുത്ത് പോയിട്ട് പിന്നെ അതില് കുറെ മനുഷ്യന്റെ വേസ്റ്റും എടുത്തിട്ട് കലക്കി തലേ ദിവസമേ വെച്ചിരുന്നു. ഞങ്ങൾ ബുധനാഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന നേരം സൈഡ് സർവീസ് റോഡിലൂടെ പോവുകയാണ്. 2 പേര് ചേർന്ന് ഒരു ബക്കറ്റ് തൂക്കി കൊണ്ടുവന്നു. ശരി, യാത്ര ചെയ്യുന്നവർ തന്നെല്ലോ പോകുന്നെന്ന് ഞങ്ങൾ ചിന്തിച്ചു. ഒരു കൈ, നമ്മളുടെ കേരളത്തിലെ ഈ ചിരട്ട തവി ഉണ്ടല്ലോ, നീളമുള്ള, അതുപോലത്തെ തവി കൊണ്ട് ഇങ്ങനെ കലക്കി എൻ്റെ മുഖത്ത് മുഴുവനും അങ്ങ് ഒഴിച്ചു. കൂടെ വന്നവർക്കെല്ലാം ഇങ്ങനെ സ്പ്രിംഗ്ലിംഗ് പണി, എല്ലാവരും മുഖവും തുണികളും. ഞാൻ അന്ന് വെള്ള സാരി തന്നെ ഉടുത്തിരുന്നു. എൻ്റെ സാരി മുഴുവനും കളർ സാരിയായി മാറി. അപ്പൊ അവര് വിചാരിച്ചത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇവരെ വന്ന് ഈ ഗ്രാമത്തിൽ ഇവർ വരത്തില്ല എന്നവർ ചിന്തിച്ചു. ഈ ഒരല്പം വെള്ളം കിട്ടിയാൽ മുഖം കഴുകാമെന്നുണ്ട്, പക്ഷെ മുഖം കഴുകാൻ കൂടെ വെള്ളം തരാൻ അവിടെ ആളില്ല. അങ്ങനെ ഞങ്ങൾ കടന്നുപോയി സാരിയുടെ തുമ്പെടുത്ത് മുഖത്തെല്ലാം തുടച്ചുകൊണ്ട് പോയി. മെയിൻ റോഡിൽ പോയ ഉടനെ ബസ് വന്നു. ബസ് കയറി. ഞാനും എൻ്റെ മോനും എൻ്റെ കൂട്ടത്തുണ്ടായിരുന്നു. ഞങ്ങൾ ബസ് കയറി. മറ്റുള്ളവരെല്ലാം ലോക്കലിൽ അവർ പോയി. ഞങ്ങൾ വന്ന് 2 സ്റ്റാർ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല കാറ്റാണ്, ഈ കടൽ കാറ്റ്. അതുകൊണ്ട് കാറ്റടിച്ചപ്പോൾ ഞങ്ങളുടെ മേലിലുള്ള ഈ നാറ്റം മക്കളുടെ മേൽ വന്ന് ഇവർ കയറിയതിന് ശേഷമാണ് ഈ നാറ്റം ഇവർ ഇറക്കി വിടണോ കണ്ടക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് കത്തുക, ഭയങ്കര വിളിച്ച്. അപ്പൊ ഞാനിങ്ങനെ കയറിയ ഉടനെ ടിക്കറ്റ് എടുത്തോണ്ട് അപ്പൊ ടിക്കറ്റ് ഇരിക്കുന്നതിനെ ഇറക്കി വിടാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് എന്നെ ഇറക്കി വിടാൻ സാധിക്കാത്ത വിധത്തില് അവരൊന്നും മിണ്ടാതെ 2 സ്റ്റോപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അവിടെ ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്തത് പോയി കുളിക്കുക. നല്ല സോപ്പ് കൊണ്ട് കഴുകി കുളിച്ച് 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി നാറ്റം മാറുന്നേ ഇല്ല. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അടുത്ത ബുധനാഴ്ച വരാൻ പോവുകയാണ്. എൻ്റെ മാംസം പറയുന്നു ഇനി പോകണ്ട, ആത്മാവ് പറയുന്നു പോ. ആത്മാവിന്റെ ശബ്ദം കേട്ട് തിരിച്ച് ബുധനാഴ്ച പോകാൻ തക്കണം ഞങ്ങളെല്ലാം പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നേരെ ആര് എന്നെ ചാണാൻ ഒഴിച്ചോ ആ സഹോദരി എൻ്റെ നേരെ വന്നു. ഞാൻ അവരെ മുഖത്ത് നോക്കി, നിങ്ങൾക്ക് നല്ലതായിരിക്കുന്നോ, സുഖമാണോ എന്ന് ചോദിച്ചു. സുഖമാണോ എന്ന് ചോദിച്ച ഉടനെ ഇവൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. വാങ്ങ എന്ന് പറഞ്ഞ് എന്നെ ഒരു കോപപ്പെട്ടിട്ട് അങ്ങ് പോയി. ഓരോ ആഴ്ചയും തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. അടുത്തുള്ള എല്ലാ ഇടങ്ങളിലും പോയി സുവിശേഷം പറഞ്ഞിട്ട് ഞങ്ങൾ മീറ്റിംഗ് ആരംഭിക്കുള്ളൂ. ആ വീട്ടിന്റെ മുന്നാടി പോയാ എന്നെ കണ്ട ഉടനെ ആ പുള്ളിക്കാരി വീട്ടിനകത്തോട്ട് കയറിപ്പോയി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങ് വന്നു. അടുത്ത പ്രാവശ്യം പോയപ്പോൾ ഇങ്ങ ഉட்காருங்க എന്ന് തമിഴിൽ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന ഉടനെ ചായ പോട്ടിട്ട് വരട്ടാ എന്ന് കേട്ട്. വേണ്ട ഇപ്രാവശ്യം ചായ വേണ്ട, ഞാൻ കുടിച്ചോളാം, ഇപ്പം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ കുടുംബത്തിൽ പലരും രക്ഷിക്കപ്പെട്ടു. ഇന്ന് ആ ഗ്രാമത്തിലെ ഒരു സഭ, ജീവിക്കുന്ന സഭ, ഞങ്ങളുടെ ബ്രാഞ്ച് ചർച്ച അവിടെ നടക്കുന്നു. ഇനി വേറെ CPM ഒരു സഭ കൊണ്ടുവച്ചിരിക്കുന്നു. അങ്ങനെ 2 സഭകൾ അവിടെ നടക്കുന്നു. അതിൽ ഞങ്ങളുടെ ആൾക്കൾ ഒരു 25 പേരിലധികം രക്ഷിക്കപ്പെട്ടു. ഒരു 10-11 പേരിലധികം ഇന്ന് കർത്താവിന് വേണ്ടി ഫുൾ ടൈം കർത്താവിന്റെ വേല ചെയ്യുന്നു. അപ്പൊ നമുക്ക് വരുന്ന കഷ്ടങ്ങളെ, പ്രയാസങ്ങളെ വിചാരിച്ച് നമ്മൾ ഒഴിഞ്ഞു മാറിയ സുവിശേഷം വ്യാപരിക്കത്തില്ല. ഫിലിപ്പിയർ 1-ാം 21 വായിക്കുമ്പോൾ ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അപ്പൊ നമ്മളെ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ അനേകർ ജീവിക്കുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ഡെയിലി മരിക്കുന്നു, നിങ്ങളോ ജീവിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഓരോ ദിവസവും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കണം നമ്മുടെ ജീവനെ കർത്താവിന് വേണ്ടി അർപ്പണം ചെയ്ത് ജീവിക്കുന്നതായ ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ 3-4 മക്കള് വെളിനാടുകളിൽ പോയി പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു.
മൂത്ത മകൻ ഒരു വർഷം പഠിച്ചു, മൂത്ത മകൻ 2 വർഷം പഠിച്ചു, രണ്ടാമത്തെ 1 വർഷം പഠിച്ചു, മൂന്നാമത്തെ മകള് 1 വർഷം പഠിച്ചു, നാലാമത്തെ മകള് ഇംഗ്ലണ്ടില് 3 വർഷം പഠിക്കാൻ ദൈവം ഇടയാക്കി. അവരെല്ലാം കർത്താവിൻ്റെ വേലക്കാരായി കാണപ്പെടുവാൻ തക്കോണം പ്രാർത്ഥിച്ച്, ആൺപിള്ളയായാലും പെൺമക്കളായാലും ആണായാലും കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന്. ഇന്ന് 7 മക്കളുണ്ട്. 6 പേരും മാരേജ് ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒരു മകൾ ഇന്ന് MD പാസ്സായി, അവൾ ഗ്രാജുവേറ്റായി. അവൾക്ക് മാരേജിന് വേണ്ടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയാൽ ഞാൻ അനേക പിള്ളേരെ എടുത്തു വളർത്തുന്നുണ്ട്. നൂற்றுകണക്കായ പിള്ളേകളെ എടുത്തു വളർത്തി, ആൺമക്കളെയും പെൺമക്കളെയും എല്ലാം എടുത്തു വളർത്തി അവരെ അവരുടെ +2 കഴിഞ്ഞ ഉടനെ അവരെ. എന്നാൽ ഇപ്പോഴുള്ളവര് അങ്ങനെയല്ല. ഏതാണ്ട് ഇപ്പൊ 25 പെൺപിള്ളേകൾ ഞങ്ങൾക്കുണ്ട്. ആ പെൺപിള്ളേകൾ 1 ആഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം ഉപ്പിൾ തൊടി വീഴുന്നതിന് മുമ്പേ കിട്ടിയ പിള്ളേരും ഉണ്ട്. അവരെ ഞങ്ങളിങ്ങനെ പാൽ ബാട്ടിൽ കൊടുത്ത് വളർത്തി അവരെ കർത്താവിൻ്റെ കൃപയാൽ പഠിപ്പിച്ച് ഇന്ന് പലരും ബൈബിൾ കോളേജ് പഠിക്കുന്നുണ്ട്. അവർ പലരും ഇന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 25 പിള്ളേരുണ്ട്. 5 അവരെ നോക്കുന്നതായ സ്റ്റാഫുകളുണ്ട്. ഇങ്ങനെ അവരെ ഞങ്ങൾ വളർത്തി 6 പേരെ മാരേജ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ വളർത്തിയ പിള്ളേരെ 2.5 വയസ്സ് മുതൽ 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ പിള്ളേരെ ഇന്ന് മാരേജ് ചെയ്ത് 6 പേര് കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുന്ന 6 പേരോട് മാരേജ് ചെയ്ത് 6 പേര് സന്തോഷമായിരിക്കുന്നു. അതിലെ 2 പേര് ഇപ്പോൾ ഞങ്ങളുടെ ഹോമിലെ ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ അങ്ങനെ ഒരു സൈഡിൽ കർത്താവിൻ്റെ വേല നടക്കുന്നു, സുവിശേഷ വേല വേറൊരു സൈഡിൽ. അതുപോലെ ഔട്ട്റീച്ച് ഓരോ ഗ്രാമങ്ങളിലും വർഷത്തിൽ 2-3 ഔട്ട്റീച്ച് ചെയ്യത്തക്ക വിധത്തിൽ ഒരു ബൈബിൾ കോളേജ് ഞങ്ങൾ നടത്തുന്നുണ്ട്. ഏതാണ്ട് ഇപ്പോൾ 10 ഇടത്തിലായിട്ട് ഏതാണ്ട് 120 പിള്ളേരുണ്ട്. ഇപ്പം ബൈബിൾ സ്കൂൾ പഠിക്കാനൊക്കെ അധികം ആളുകൾ വരത്തില്ലല്ലോ. ഇല്ല എന്നാൽ 50-60 പേരൊക്കെ ഒരിടത്തിൽ പഠിക്കും. ഇപ്പം 10 ഇടത്തിൽ ചേർന്നാണ് ഇത്രയും പറയുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഞങ്ങൾ ഏതാണ്ട് 55 പേരെ ഗ്രാജുവേറ്റ് ചെയ്ത് അയച്ചു. അങ്ങനെ ബൈബിൾ സ്കൂള് ഒരു സൈഡ് പഠിപ്പിക്കുന്നു, ഹോം നടത്തുന്നുണ്ട്, പിന്നെ ഒരു ചെറിയ സ്കൂള് നമുക്കുണ്ട്, പിന്നെ ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ. ഇങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ നടുവിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രവർത്തനത്തിന് നടുവിൽ ദൈവം ഓരോ കാര്യങ്ങളെയും കർത്താവ് അതിശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ചേർന്ന് ഏത് രാജ്യത്ത് പോയാലും, വിദേശത്തിൽ പോയാലും, കേരളത്തിൽ പോയാലും, തമിഴ്നാട്ടിൽ പോയാലും, ലോക്കലിൽ വരെ ഷോപ്പിങ്ങിന് പോയാൽ, എന്തെങ്കിലും വാങ്ങാൻ പോയാൽ മാത്രം ഞാൻ പോകത്തില്ല. ബാക്കി എല്ലാത്തിലും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നത്. അത് പെട്ടെന്ന് ഇങ്ങനെ കൊറോണ സമയത്ത് എനിക്കും കൊറോണ ആയി, അവർക്കും കൊറോണ ആയി. ഞങ്ങൾ 2 പേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നെ ഡിസ്ചാർജ് ചെയ്തു. എന്നാൽ അവർക്ക് ശരിയായിട്ടില്ല. ഓക്സിജൻ ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ഏതാണ്ട് 1 മാസത്തോളം പ്രയാസം അനുഭവിച്ചു. പല ലക്ഷങ്ങൾ ചെലവഴിച്ച് നോക്കി. മൂത്ത മകൻ അധികമായി അവനും ചെലവഴിച്ചു. ഞങ്ങൾ കഴിയുന്ന അത്ര ഇത് പണി നോക്കി, പ്രാർത്ഥിച്ചു, എല്ലാം ചെയ്തു. എന്നാലും കഴിഞ്ഞ 2021 മെയ് മാസം 26-ാം തീയതി ഈ ലോകത്തിൽ നിന്ന് എൻ്റെ ഭർത്താവ് മാറ്റപ്പെട്ടു. അതെനിക്ക് വളരെ വേദനയും കഷ്ടവും ഉരുവാക്കി. എനിക്കത് സഹിക്കുവാൻ കഴിയത്തില്ല. എൻ്റെ യേശുവിനെ ഒരു കുറ്റവും പറയാൻ എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ യേശു ഇതുവരെ എനിക്ക് ഒരു കുഴപ്പവും ഒരു കുറവും വച്ചിട്ടില്ല. എല്ലാം നല്ല കാര്യമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് യേശുപ്പനെ ഞാൻ കുറ്റം പറയുവാനില്ല. ഞാൻ ഇങ്ങനെ മാത്രം പറഞ്ഞു, കർത്താവേ, എന്നാൽ താങ്ങാൻ പറ്റുന്നില്ല, എന്നാൽ സഹിക്കാൻ പറ്റത്തില്ല കർത്താവേ, ഞാൻ എന്ത് ചെയ്യാമെന്ന്. ഒരു ദിവസം മുഴുവനും രാവിലെ 6 മണിക്ക് മരിച്ചത്, അന്ന് പകലും രാത്രിയും. അടുത്ത നാൾ 27-ാം തീയതി അടക്കത്തിന് ഒരു ദൈവദാസൻ ലാസ്റ്റിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു 15 നിമിഷം തന്നെ പിന്നെ അടക്കത്തിന് നേരം. ആ നേരത്തില് എന്നോട് ദൈവം ഇങ്ങനെ സംസാരിക്കുന്നു, സരോജം, ഞാൻ നിന്റെ ആത്മമണവാളനാണോ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. അടുത്ത് 2ാം പ്രാവശ്യം എന്നോട് ചോദിച്ചു, ഞാൻ നിന്റെ ആത്മമണവാളനാണ്. അതേ. 3ാം പ്രാവശ്യം പത്രോസിനോട് ചോദിച്ച പോലെ എന്നോട് 3ാം പ്രാവശ്യം കേട്ട്, ഞാൻ നിന്റെ ആത്മമണവാളനാണോ എന്ന് ചോദിച്ചു. അതേ കർത്താവ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർന്ന ഉടനെ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സരോജം, നിന്റെ ഈ ലോകപ്രകാരമുള്ള മണവാളൻ നിന്നെ വിട്ടുപോയാലും ആത്മമണവാളനായ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിനക്ക് സഹായം ചെയ്യും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിനക്ക് സഹായമായിരിക്കും, നിന്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ പിടിച്ചു നടത്തും എന്ന് എന്നോട് കർത്താവ് സ്പഷ്ടമായി സംസാരിച്ചു. കർത്താവ് എന്നോട് ഇടപെട്ടപ്പോൾ എൻ്റെ ഹൃദയം വേദനിച്ചു കൊണ്ടിരുന്ന ഹൃദയത്തില് ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ എൻ്റെ ഹൃദയം ധൈര്യത്തോടു കൂടെ. എനിക്ക് കരയണമെന്ന് ആഗ്രഹമുണ്ട്. അവരെ തൂക്കിക്കൊണ്ട് പോവുകയാണ്, ബോഡിയെ തൂക്കിയിട്ട് പോകുമ്പോൾ എനിക്ക് കരയുവാൻ കഴിയുന്നില്ല. കാരണം കർത്താവ് എന്നെ ആശ്വസിപ്പിച്ച്, ഈ മനുഷ്യരെ ആശ്വസിപ്പിക്കുന്നത് പോലെ അല്ല, ദൈവം ആശ്വസിപ്പിക്കുന്നത് ഒരു വലിയ ആശ്വാസം. ഈ ഒരു അനുഭവം ഞാൻ അനേക സഭകളിൽ പോകുമ്പോഴും അവിടെ ഞാൻ എല്ലാം സാക്ഷി പറയും. അതുപോലെ മരണ വീട്ടിൽ പോയാലും ഞാൻ ഈ സാക്ഷ്യത്തെ, അത് ഹിന്ദുവോ ക്രിസ്തവനോ ആരായാലും ഞാൻ ഈ സാക്ഷ്യത്തെ പറയും. ഇങ്ങനെ ദൈവമാണ് നമുക്ക് ആശ്വാസം തരുന്നത്, മനുഷ്യൻ തരുന്ന ആശ്വാസം അല്ല എന്ന് ഞാൻ അവരോട് സംസാരിക്കും. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഒരു 5 ദിവസം വളരെ വേദനയിലും കഷ്ടത്തിലും ഇരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു വലിയ ബിൽഡിങ് കർത്താവ് തന്നു. ഏതാണ്ട് 30 വർഷമായി അത് കെട്ടാൻ തുടങ്ങി. ഇതുവരെയും കുറവ് തീർന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ആവും, പിന്നെയും കെട്ടും. ഇന്നും ലാസ്റ്റില് ഒരു പ്രാവശ്യം കൂടി ഇനിയും കെട്ടണം. ഇന്നും പല കാര്യങ്ങൾ പൂർത്തിയാകേണ്ടതായിട്ടുണ്ട്, അത് പൂർത്തീകരിക്കണം. ആ കെട്ടിടത്തിൽ ഞങ്ങൾക്ക് ഒരു ഓഫീസുണ്ട്, അതിൽ കിടക്കാനായിട്ട് ഒരു റൂം തനിയെ ഉണ്ട്. അവിടെയാണ് കർത്താവിൻ്റെ ദാസൻ ഇരുന്നത്. ഏതാണ്ട് അവിടെ ഞാൻ 5 ദിവസം വേദനയിൽ അങ്ങനെ ഇരുന്നു. 5ാമത്തെ ദിവസം ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞതായ ആ കാര്യത്തിനാല് നീ കരയാതെ, നീ കണ്ണീരൊഴിക്കാതെ എന്ന് യെരമ്യാവിൽ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവിനോട് സംസാരിച്ചു. അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. 55 ദിവസം കൊണ്ട് ബൈബിൾ ഒരു പ്രാവശ്യം തീർക്കുവാനും കർത്താവ് ഇടയാക്കി. ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾ ഏതാണ്ട് 2014 അവര് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തതാണ്, ഞാൻ പേസ് മേക്കർ വെച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ രണ്ടുപേരും 6 മാസത്തിന് ഇടവഴിയിലാണ് ഞങ്ങൾ വെച്ചത്. ഇപ്പോൾ 11 വർഷമാകുന്നു വെച്ചിട്ട്. അത് വച്ചതിന് ശേഷമാണ് ഞങ്ങൾ അനേക നാടുകളിൽ പോയതും അനേക പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്, അനേകരെ ട്രെയിനിങ് കൊടുത്തത്. ചർച്ചുകളിൽ പോയാൽ ഏതാണ്ട് 90% ആളുകളും അവരർപ്പണം ചെയ്യും, ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുമെന്ന്. ഈ കർത്താവിൻ്റെ കൃപയാൽ അനേകർ തങ്ങളുടെ വേലകളെ വിട്ടിറങ്ങി ഇന്ന് അനേകർ കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ടെസ്റ്റിമണി കേട്ട് പ്രാർത്ഥനയുടെ നിമിത്തമായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇപ്പൊ കർത്താവിൻ്റെ കൃപയാൽ അവർ മരിച്ച് ഇപ്പോൾ ഈ മെയ് മാസം വരുമ്പോഴും അടുത്ത 26 മെയ് വരുമ്പോഴും 5 വർഷം തികയാൻ പോകുന്നു. ഇതിനിടയ്ക്ക് പലവിധமான പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ, പ്രശ്ന അതിലൂടെ തന്നെ ഞാൻ കടന്നു പോകുന്നു. എന്നാലും എൻ്റെ കർത്താവിലുള്ള ധൈര്യം ഇന്ന് വരെ കുറഞ്ഞിട്ടില്ല. കർത്താവ് എന്നെ ധൈര്യപ്പെടുത്തുന്നു, കർത്താവ് എന്നെ ഉറപ്പിക്കുന്നു. ഓരോ ദിവസം എൻ്റെ കരം പിടിച്ച് നടത്തുന്നത് പോലെ എൻ്റെ കർത്താവ് നടത്തുന്നു. ഇത്രയും പിള്ളേരെ വെച്ച് നടത്തുന്നത് ഒത്തിരി കഷ്ടപ്പാടുള്ള കാര്യമാണ്. 25 പിള്ളേരെയും 5 സ്റ്റാഫും വെച്ച് നടത്തുന്ന മാത്രമല്ല, എൻ്റെ ഡ്രൈവർ, അതുപോലെ ഞങ്ങളുടെ അക്കൗണ്ടർ, ഇവിടെയുള്ള ആളുകൾ, ഞങ്ങൾക്ക് വിദേശത്ത് നിന്ന് കുറച്ച് കാശ് വന്നുകൊണ്ടിരുന്നു ഈ പിള്ളേർക്ക് ആഹാരത്തിന്. ഇപ്പൊ 3 വർഷമായിട്ട് അത് വരുന്നില്ല. എന്നാലും ദൈവത്തിൻ്റെ കൃപയാൽ എങ്ങനെയോ ഏതോ വിധത്തിൽ ദൈവം അത് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. പിള്ളേർ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിലെ 2-3 പേര് മാരേജ് പ്രാപ്തിയായി ഇരിക്കുന്ന പിള്ളേരുണ്ട്. മാരേജ് പ്രാപ്തിയായ പിള്ളേർ അവരുണ്ട്. അവർ പഠിക്കുന്നവരും കോളേജിൽ പഠിപ്പിക്കണമെന്ന് ഗവൺമെൻറ് ரொம்ப അധികമായിട്ട് ഞങ്ങളെ വറുപ്പുരുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം കോളേജിൽ പഠിപ്പിക്കണം.
പക്ഷേ അവർക്ക് ആഹാരം കൊടുക്കുന്നതിന് ഞങ്ങൾ പ്രയാസപ്പെടുമ്പോൾ കോളേജിൽ പഠിപ്പിക്കുന്നത് എങ്ങനെ? അങ്ങനെ ഉള്ള കാര്യങ്ങളിലെല്ലാം കടന്നു പോയാലും ദൈവം നല്ല വിധത്തിൽ നടത്തുന്നു. കർത്താവ് എന്ത് പറയുന്നു? ഞാൻ ഉണ്ട് നിനക്ക്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആത്മമണവാളെ ഒന്നെ ഒരിക്കലും കൈവിടത്തില്ല, നിന്നെ വിട്ടുവിടത്തില്ല. ഓരോ ദിവസവും അങ്ങനെ കർത്താവ് പറഞ്ഞ് ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. കാരണം ഈ ലോകത്തില് യേശപ്പന്റെ വേല പോലെ, സുവിശേഷ വേല പോലെ ഒരു വേല ലോകത്തിൽ ഒന്നുമില്ല. അതൊരു ഭാഗ്യകരമായിട്ടുള്ള കാര്യം. കാരണം ഒരു മനുഷ്യന്റെ ആയുസ് സർവ്വലോകത്തെക്കാളും വിലപിടിപ്പുള്ളതാണെന്ന് ആ ഒരു ആത്മാവിനെ നേടിയെടുക്കുന്നത് അതുപോലെ ഭാഗ്യം വേറെ ഒന്നുമില്ല. ഈ ലോകത്തിൽ കോടീശ്വരനായിരിക്കുന്നതിനേക്കാളും, ഈ ലോകത്തിൽ ഒരു പെരിയ ആളായിരിക്കുന്നതിനേക്കാളും, രാജാക്കളായിരിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ പദവിയാണ് ഒരു ദൈവ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസനോ ദാസിയോ. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോ ദാസിമാരോ ഇതെന്നെ കേൾക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേക ആത്മാക്കളെ കർത്താവിന്റെ സന്നിധി നിങ്ങൾ കാഴ്ചവെക്കുവാൻ. ആ കിരീടം നമ്മൾ വെറും കിരീടമായിരിക്കരുത്, മുത്തുകൾ കൊണ്ട് നിറഞ്ഞ കിരീടം ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. കർത്താവ് വേഗം വരാൻ പോവുകയാണ്. അവൻ വരുമ്പോൾ മണവാട്ടികളായ നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത് പോലെ അനേക മണവാട്ടികളെ ഇന്ന് ഞാൻ സഭയിൽ പ്രസംഗിക്കുമ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, നിങ്ങളെല്ലാം ഒരു വിശ്വാസികളായിട്ട് മാത്രമേ ഇരിക്കരുത്, യേശപ്പന്റെ മണവാട്ടിയായിരിക്കണം. യേശു വരാൻ പോകുകയാണ്. അന്ത്യകാല സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മണവാട്ടികളായി അനേകരെ ഒരുക്കുവാൻ ഒരു ഭാഗ്യം ദൈവം നമുക്ക് തരുന്നുവെങ്കിൽ അതുപോലെ വേറെ ഭാഗ്യം ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെയും അങ്ങനെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയാംഗമായ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജോയി ടിവിക്ക് എൻ്റെ നന്ദിയെ ഞാൻ പറയുകയാണ്. കർത്താവ് നിങ്ങളിലൂടെ ചെയ്യുന്ന വേല ഇനിയും വിസ്താരമായി വളർന്ന് വരികട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് എത്ര നല്ലവനാണ്, എത്ര വല്ലവനാണ്. അങ്ങേ സ്നേഹിക്കുന്ന പോലെ ഒരു ഭാഗ്യം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. അങ്ങേ പറ്റി മറ്റുള്ളവരോട് പറയുന്ന പോലെ ഒരു ഭാഗ്യം വേറെ ഒന്നും ഈ ലോകത്തില്ല. അനേകരെ കർത്താവിലേക്ക് നടത്തുവാൻ, അനേകരെ കർത്താവെ അങ്ങയുടെ മണവാട്ടികളായി മാറ്റുവാൻ കിട്ടുന്ന ഭാഗ്യം അതുപോലെ ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് പലവിധമായ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഞെരുക്കടികളും എല്ലാം ഉണ്ട്. എന്നാലും അതിന്റെ നടുവിൽ, ഒരു മുള്ളിന്റെ നടുവിൽ ഒരു താമര പോലെ ഞങ്ങളെ ഈ ഭൂമിയിൽ നീ വച്ചിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ വേല ചെയ്യുവാൻ, അങ്ങയുടെ മഹത്വമേറിയ അന്ന് വരവിന് വേണ്ടി ഒരുങ്ങിയിരിപ്പാൻ കർത്താവെ നീ ഓരോരുത്തരെ സഹായിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അവരുടെ ജീവിതത്തിലും, അവരുടെ ശുശ്രൂഷയിലും, അവരുടെ ക്രിസ്തീയ ജീവിതത്തിലും ഒരു വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്നുള്ളതായ അനുഭവത്തിൽ കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കണമേ. ആത്മാവിൽ നിറഞ്ഞു ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ തുണ എപ്പോഴും ഉണ്ടായിരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് പേരും ഞങ്ങൾ നിന്റെ ഹൃദയത്തിൽ വാസം ചെയ്ത് എന്റെ കൽപ്പനകളെ അനുസരിപ്പാൻ അത് ഇടയാക്കുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ വാസം ചെയ്യും. ആ മൂന്ന് പേരും കർത്താവേ എന്റെ ഹൃദയത്തിൽ നീ വാസം ചെയ്യുന്ന പോലെ എല്ലാവരുടെയും ഹൃദയത്തില് നീ വാസം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും മനവേദനയിലോ മനസ്സ് കഷ്ടത്തിലോ കർത്താവെ വ്യാധിയിലോ പ്രശ്നത്തിലോ ഇരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ യേശു അത്ഭുതകരമായ സുഖം കൊടുക്കണമേ, അതിശയകരമായ സുഖം കൊടുക്കണമേ. മനവേദനകളെ മാറ്റണമേ കർത്താവേ. ആത്മാവിലും ശരീരത്തിലും ബലപ്പെടുവാൻ അവിടെ ഇടയാക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി പരിശുദ്ധമായി ജീവിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിപ്പാൻ കൃപ ചെയ്യണമേ. അങ്ങ് വെളിപ്പെടുത്തൽ പുസ്തകത്തിൽ പറഞ്ഞുവല്ലോ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, അശുദ്ധൻ ഇന്നും അശുദ്ധമായത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുവല്ലോ. കർത്താവേ, വിശുദ്ധന്മാരായും വിശുദ്ധമതികളായും നീതിമാന്കളായി ജീവിപ്പാൻ ഓരോരുത്തർക്കും കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ ഏതൊരു കളങ്കവും ഒരുത്തരുടെ മേലും വരാതെ വണ്ണം കറയറ്റവരായി ജീവിപ്പാൻ ഓരോരുത്തർക്ക് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവിന്റെ വേല വർദ്ധിച്ചു പെരുകുവാൻ ഇടയാക്കണമേ.
ഇന്ത്യയിൽ ഒരു വലിയ ഉണർവുണ്ടാകുവാൻ അവിടെ ഇടയാക്കണമേ. ഭൂലോകമെങ്ങും ഒരു ഉണർവുണ്ടാകുവാൻ അവിടെ ഇടയാക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യണമേ. അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. ആൻറ്റി ഒത്തിരി സന്തോഷമുണ്ട്. ആൻറ്റിയെ കർത്താവ് ഉപയോഗിച്ച് ആ ഒരു വലിയ സാക്ഷ്യം ജീവിതത്തിൽ കേൾക്കുവാൻ സാധിച്ചതിൽ ഒത്തിരി ദൈവത്തിന് നന്ദി, ആൻറ്റിക്ക് നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ആൻറ്റിയുടെ ഇത്രത്തോളമുള്ള മിനിസ്ട്രിയിൽ ഏകദേശം ഓർമ്മയിൽ എത്രത്തോളം പേരെ കർത്താവിന് വേണ്ടി നേടുവാനിടയായിട്ടുണ്ട്? ഒരു കണക്ക് പറയാൻ പറ്റുമോ? അത് കണക്ക് പറയാൻ പറ്റത്തില്ല. നേടിയത് കണക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് പപ്പായ മരിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 15,000 ആൺമക്കളെയും പെൺമക്കളെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ട്രെയിനിങ് കൊടുത്തു. അത് ഞങ്ങൾക്ക് ഈ 5 വർഷത്തിന് മുമ്പുള്ളത്. അതിനുശേഷമുള്ളത് അധികമായിട്ട് പറയാൻ സാധ്യമല്ല. അത്രത്തോളമുള്ള പ്രവർത്തനം അത്രത്തോളം ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ സാക്ഷി പറഞ്ഞിട്ട് ഒരർപ്പണത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ നിറയെ പേര് അർപ്പണം ചെയ്യുന്നുണ്ട്. എന്നാലും ഇതുവരെ ഒരു എണ്ണത്തക്ക വിധത്തിൽ പറയാൻ പറ്റത്തില്ല. കർത്താവ് ആയിരക്കണക്കിന് മക്കളെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. വേറെ അങ്ങനെ ഒരു ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ ആൻറ്റി, 15,000 പേരെന്ന് പറഞ്ഞാൽ ഒരു ആത്മാവ് ഈ ലോകത്തേക്കാൾ വിലയുള്ളത്. ഇത്രയും വലിയ ആക്ച്വലി അത് 15,000-നെക്കാട്ടിലൊക്കെ കൂടുതലാണ്. ട്രെയിനിങ് കൊടുത്തവരാണല്ലോ അത്രയും. വലിയൊരു പ്രതിഫലം സ്വർഗത്തിൽ ആൻറ്റിക്കും